ओम शांति। भट्टी में अच्छा अनुभव कर रहे हो ना? ഭട്ടിയിലെല്ലാവരും നല്ല അനുഭവം ചെയ്യുന്നില്ലേ? മറുപടി കൊടുക്കും കൈവീശി. थकावट तो नहीं हो रही है? ക്ഷീണം തോന്നുന്നുണ്ടോ? अच्छा, क्योंकि कई बार बैठने का अभ्यास नहीं होता, सारा दिन काम में लगे रहते हैं और यहाँ बैठना पड़ता है। ദിവസം ഇങ്ങനെ പണിയൊക്കെ എടുത്ത് നടന്നുകൊണ്ടിരിക്കില്ല, ഇങ്ങനെ ഇരുന്ന അഭ്യാസമൊന്നുമില്ലല്ലോ. ഇവിടെയാണെങ്കിൽ ഇങ്ങനെ കുത്തിയിരിക്കണം. बैठने में भी थक जाते लोग। ഇരുന്നിരുന്ന് ക്ഷീണിച്ചു പോവും. अच्छी बात है, बाबा हम बच्चों को हर प्रकार का अभ्यास कराते, चलते फिरते खाते पीते भी बाबा को याद करो और वास खास तपस्या करके अपने संस्कारों का परिवर्तन करो। ബാബ നമുക്ക് എല്ലാ കാര്യവും അഭ്യാസം തരാണ്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കഴിച്ചും കുടിച്ചും ബാബയെ ഓർമ്മിക്കുക, ഇരുന്ന് തപസ് ചെയ്തുകൊണ്ട് ബാബയെ ഓർമ്മിക്കുക. എല്ലാ അഭ്യാസവും സംസ്കാരവും തരാണ്. संस्कार परिवर्तन अगर हो गए हैं तो उसकी पहली निशानी कौन सी होगी? സംസ്കാര പരിവർത്തനത്തിന് ആദ്യ ലെസൺ എന്തായിരിക്കും? बोलो, कौन सी निशानी होगी? कोई बोलेंगे नहीं, चुप है, मौन है। മൗനല്ല, നിങ്ങൾ പറയില്ലല്ലോ അല്ലേ? बहुत इजी नेचर हो जाएगी, इजी नेचर, सरलता आ जाएगी। ഒരു ഈസി നേച്ചറായിരിക്കും, സരളത വരും. आज बाबा ने कहा अव्यक्त सारे में कि अगर बच्चों की ये एक विशेषता है, इजी नेचर, सरलता है, ബാബ എന്ന് പറഞ്ഞില്ലേ, ഇതാണ് ഇവിടുത്തെ കുട്ടികളുടെ വിശേഷത, ഈസി സ്വഭാവം, സരളതയുണ്ട്. तो अनेक विशेषताएं अपने आप आ जाएंगी और स्थिति एक रस बन जाएगी। അപ്പോൾ അനേക വിശേഷതകൾ തനിയെ വന്നു നിറയും, സ്ഥിതി ഏകരസമായി തീരും. कोई खास पुरुषार्थ करने की जरूरत नहीं है। एक रस स्थिति बनानी है तो अपनी नेचर को इजी बना लो, सरल। പ്രത്യേക പുരുഷാർത്ഥമൊന്നും ചെയ്യേണ്ടതില്ല. ഏകരസ സ്ഥിതി ഉണ്ടാകാനായിട്ട് നമ്മുടെ സ്വഭാവം സരളമാക്കിയാൽ മതി. अगर सरल नेचर है तो कहीं भी स्वयं को एडजस्ट कर सकते हैं, कैसी भी परिस्थिति में ढाल सकते हैं। സരള സ്വഭാവമാണെങ്കിൽ ഏത് പരിതസ്ഥിതിയിലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, എവിടെ വേണമെങ്കിൽ കൊണ്ടിടാൻ പറ്റും. जहाँ पर सुला दो, जो भी खिला दो, जहाँ भी रख दो, जिनके साथ रख दो, अपने आप को एडजस्ट कर लेते हैं। എവിടെ വേണമെങ്കിൽ ഉറക്കിക്കോളൂ, ആരുടെ കൂടെ വേണമെങ്കിൽ ഇരുത്തിക്കോളൂ, എന്ത് വേണമെങ്കിൽ കഴിപ്പിച്ചോളൂ, എവിടെയാണെങ്കിലും അവിടെയൊക്കെ സരളമായി അഡ്ജസ്റ്റ് ആവും. हमने अपने मधुबन में जो सरल नेचर वाली दादियाँ थी, दादाएं थे, उनके संग में रह करके देखा कितने सरल है। ഞാൻ മധുബനത്തിലെ സരള സ്വഭാവമുള്ള ദാദിമാരുടെയും ദാദമാരുടെയും കൂടെ തന്നെ വസിച്ചുകൊണ്ട് കണ്ടിട്ടുണ്ട്. എത്ര സരള സ്വഭാവമായിരുന്നു. उनके जीवन में कभी अभिमान नहीं आया, मैं कुछ हूँ, कभी भी उन्होंने दिखाया नहीं मैं भी कुछ हूँ। അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അഭിമാനമില്ല, ഞാനും എന്തെങ്കിലും ആണ്, ഒരിക്കലും അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല. अभी आप गुलजार दादी के नेचर को देखो, बाबा ने जिसको पसंद किया, गुलजार दादी को भगवान ने चुना, 9 साल की उम्र में समर्पित हुई, आ गई यज्ञ में अपनी मम्मी और मौसी के साथ। छोटी उम्र में 8-9 साल की, इतनी सरल नेचर, उसको कुछ पता ही नहीं दुनिया क्या होती है। लास्ट तक भी कभी कभी कोई टीवी पर कोई सीन देखती, ये क्या हो रहा है, सब कुछ पता नहीं जैसे। നിങ്ങൾ നോക്കൂ, ഗുൽസാർ ദാദീനെ എത്ര സരള സ്വഭാവമാണ്. ആരെയാണ് സ്വയം ഭഗവാൻ ഇഷ്ടപ്പെട്ടത്? ഇത്രയും സരളമായ സ്വഭാവം. തൻ്റെ 7ാമത്തെ വയസ്സിൽ അമ്മയുടെയും അമ്മായിയുടെയും കൂടെ, അമ്മയെ തോന്നുന്നു മൗസി, അമ്മായിയുടെയും കൂടെ സമർപ്പണായി. ഒരിക്കലും ദാദി എപ്പോഴും ആ സരള സ്വഭാവമാണ്. എന്താണെന്ന് ചിന്തിക്കാറ് പോലും ഇല്ല. ടി വിയിൽ കാണുമ്പോൾ ഇത് എന്താണെന്ന് ചോദിക്കും, അത്ര സരള സ്വഭാവമായിരുന്നു ദാദി. और पहले पहले बैठे बैठे ट्रांस में चली गई और ट्रांस में जा कर के ब्रह्मा बाबा को ऊपर देखा
और ब्रह्मा बाबा को देख करके डर गई, कहीं हमारा ये बाबा ऊपर चला जाएगा क्या। रोने लगी, उसको पता ही नहीं है कि ऊपर क्या है नीचे क्या है। तो जब ऊपर से आके रोने लगी तो दादियों ने पूछा क्या देखा, बताए नहीं क्या देखा। उसने समझा ये बाबा शरीर छोड़ के ऊपर चला जाएगा। तो कहती है ऐसे ऐसे वहाँ पर ये बाबा हमारा ऊपर था। तो बाबा को पता चला ये बच्ची कहीं कुछ और देख के आई है। तो बाबा ने कहा बच्ची से बोलो उस बाबा से पूछे कि मेरा बाबा तो नीचे है, तुम कौन है। ദാദി എത്ര സരള സ്വഭാവമായിരുന്നു അറിയോ. ദാദി ആദ്യ സമയത്ത് ട്രാൻസിൽ പോയി മുകളിൽ പോയപ്പോൾ അവിടെ ഇതേ ബാബയെ കണ്ടു. ദാദി വിചാരിച്ചു അത്രേ ഈ ബാബ സമ്പൂർണ്ണമായിട്ട് അവിടെ പോയി. അങ്ങനെ ഒന്നും മിണ്ടിയില്ല. എവിടെ വന്ന് ചോദിച്ചു മുകളിൽ എന്താ കണ്ടേന്ന്. അപ്പോൾ പറഞ്ഞു ഇതേ ബാബേനെ തന്നെ ഞാൻ അവിടെ കണ്ടു. അപ്പോൾ ബാബയ്ക്ക് മനസ്സിലായി ഈ കുട്ടി മറ്റെന്തോ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബാബ പറഞ്ഞു നോക്ക് അവരോട് ചോദിക്ക്, ഞങ്ങളുടെ ബാബ താഴെയല്ലേ ഉള്ളത്, താങ്കൾ ആരാണ് ചോദിക്കാൻ പറഞ്ഞു. जब फिर से दोबारा गई तो जा कर के बोला आप कौन हो, मेरा बाबा तो नीचे है, आप नीचे जो है ऊपर कहाँ से आ गया, आप अपना परिचय दो. അപ്പോൾ അടുത്ത പ്രാവശ്യം ആ ട്രാൻസിൽ പോയി അവിടെ എത്തിയപ്പോൾ ചോദിച്ചു അത്രേ അങ്ങ് ആരാണ്, ഞങ്ങളുടെ ബാബ താഴെയാണല്ലോ ഉള്ളത്, അപ്പോൾ മുകളിലാണ് താങ്കൾ ഉള്ളത് എങ്കിൽ ആരാണെന്ന് പരിചയം തരൂ എന്ന് പറഞ്ഞു. तो ऊपर से आवाज आई कि यही ब्रह्मा जो साकार में है पुरुषार्थ करते करते संपूर्ण बनेगा, ये संपूर्ण ब्रह्मा का ही चित्र है. അപ്പോൾ മുകളിൽ നിന്നൊരു ശബ്ദം വന്നു, ഇതേ ബ്രഹ്മാവ് തന്നെയാണ് താഴെയുള്ളത്, ആ ബ്രഹ്മ പുരുഷാർത്ഥം ചെയ്ത് സമ്പൂർണ്ണ ബ്രഹ്മാവാകുമ്പോൾ ഇതിൽ വന്നു ചേരും. नीचे साकारी ब्रह्मा है और ऊपर आकारी ब्रह्मा है, संपूर्ण ब्रह्मा है. താഴെ സാകാരി ബ്രഹ്മാവാണ്, മുകളിൽ ആകാരി ബ്രഹ്മ अथवा संपूर्ण ब्रह्मावाना. फिर उन्होंने ही ब्रह्मापुरी, विष्णुपुरी, शंकरपुरी ये 3 पुरियां देखी और त्रिमूर्ति जो चित्र बना और 3 लोकों का ज्ञान जो स्पष्ट हुआ, वो जाकर के ट्रांस में जाकर के देख के आते थे. ये विष्णुपुरी है, तपस्या चल रही है, ये शंकरपुरी है, तपस्या है, लाल लाल है. फिर विष्णुपुरी पालना की पुरी है, फिर ब्रह्मापुरी स्थापना की पुरी है. ये तीनों लोकों का ज्ञान गुलजार दादी ने ऐसे ट्रांस में जाके ऊपर देखती थी, नीचे बताती थी, फिर चित्र डिजाइन करके दिखाती थी. तो ऐसे करके ये ज्ञान स्पष्ट हुआ. ഗുൽസാർ ദാദിയാണ് 3 പുരി, വിഷ്ണുപുരി, ശങ്കർപുരി, അതുപോലെ ബ്രഹ്മപുരി എല്ലാം 3 ലോകത്തിൽ കാണിക്കുന്നില്ലേ 3 പുരി. ശങ്കർപുരിയാണ് ഇത്, അവിടെ തപസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണുപുരിയാണ്, അവിടെയാണ് പാലന നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാതും ഈ 3 പുരികളും ഗുൽസാർ ദാദി ട്രാൻസിൽ പോയി സാക്ഷാത്കാരം കാണും, താഴെ വന്ന് പറയും, എന്നിട്ട് ഡിസൈൻ ചെയ്യും. അങ്ങനെയാണ് ഈ 3 ലോകങ്ങളും ഒക്കെ ഗുൽസാർ ദാദിയിലൂടെയാണ് ബാബ സ്പഷ്ടമാക്കിയത്. बहुत सारे राज ज्ञान के सतयुग की स्थापना, वहाँ पर श्री कृष्ण का जन्म कैसे योग बल से होगा, देवी देवताएं कैसे आएंगे, माँ बाप कैसे होंगे, वहाँ भाषा क्या होगी, उनकी पालना क्या होगी, वो सारा दृश्य वतन में जा करके देखती थी और नीचे बताती थी. മുഴുവൻ രഹസ്യങ്ങളും സത്യയുഗത്തിൽ എങ്ങനെയായിരിക്കും ദേവതകൾ ജന്മെടുക്കുക, അച്ഛനമ്മ അവിടെ എങ്ങനെ വരും, അവിടെ എങ്ങനെയാണ് നമ്മൾ അനേക ജന്മങ്ങൾ എടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും ദാദിയിലൂടെയാണ് ബാബ സ്പഷ്ടാക്കിയത്. ട്രാൻസിൽ പോവും സാക്ഷാത്കാരം കാണും, താഴെ വന്ന് പറയും, ട്രാൻസിൽ പോവും സാക്ഷാത്കാരം കാണും, താഴെ വന്ന് പറയും. അങ്ങനെ ബാബ സ്പഷ്ടമാക്കി. फिर बाबा कहते थे अच्छा बच्ची जो देख के आई है ना, दादियों को दूसरी बच्चियों को बताओ, वो नाटक करके दिखाएं स्टेज के ऊपर. ബാബ പറയായിരുന്നു അത്രേ, കുട്ടി നീ പോയി കണ്ടുവന്ന കാര്യമുണ്ടല്ലോ, ചുറ്റുള്ള ദാദിമാരോടൊക്കെ പറയും, അവരിതൊക്കെ നാടകം ചെയ്ത് കളിക്കട്ടെ എന്ന് പറയുമായിരുന്നു. दादी के साथ और भी 3-4 कुमारियाँ थी, वो ट्रांस में जाने लगी और फिर सारा वतन ऊपर जा कर के सब महफिल ऊपर देखती थी सब, और फिर यहाँ नीचे बताती थी, फिर नाटक करके दिखाती थी. तो ये सारा ज्ञान जो है, जो आप हम सब सुन रहे हैं, 3 लोकों का ज्ञान, तीनों कालों का ज्ञान, सृष्टि चक्र कैसे चलता है, बीज कैसे, वृक्ष कैसे निकलता है, कल्प वृक्ष क्या है, ये सारा ज्ञान उस समय कराची में धीरे धीरे इन दादियों के द्वारा स्पष्ट हुआ
और बाबा तो पढ़ा लिखा था, साकार में शास्त्र पढ़े थे, तो ब्रह्मा बाबा बताते थे, लेकिन लोग समझते थे शिव बाबा या ब्रह्मा बाबा कौन बोल रहा है। लेकिन जब ये बच्चियां कुछ नहीं जानती वो बताती थी तो बाबा फिर उस पर पक्का करते थे, यही है, ये ठीक है। ഗുൽസാർ ദാദിയിലൂടെയാണ് ബാബ, ഒപ്പം തന്നെ ദാദിയുടെ ഒപ്പം 3-4 കന്യകമാർ കൂടി ഉണ്ടായിരുന്നു. അവരെല്ലാവരും പോയി ട്രാൻസിൽ പോയി വദനം മുഴുവൻ കണ്ടുവന്ന് താഴെ വന്ന് പറയും, പോകും പറയും, അതിവിടെ താഴെ ഡ്രാമയായിട്ടെല്ലാം ചെയ്ത് കാണിക്കും. അങ്ങനെ ഗുൽസാർ ദാദിയിലൂടെ തന്നെയാണ് സൃഷ്ടിചക്രം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, വൃക്ഷം എങ്ങനെയാണ്, വിത്ത് എങ്ങനെയാണ്, ആ വിത്തിൽ നിന്ന് എങ്ങനെയാണ് വൃക്ഷം ഉണ്ടാകുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഗുൽസാർ ദാദിയിലൂടെ ജ്ഞാനത്തിൻ്റെ സർവ്വരഹസ്യങ്ങളും ബാബ സ്പഷ്ടമാക്കിയിട്ടുണ്ടായിരുന്നു. और उनकी 2 विशेषताएं जब हम साथ में आए, हम रहे, तो दादी, बड़ी दादी हमें कहती थी, प्रकाश मणि दादी, कि गुलजार दादी को जाओ पिकनिक करा के लाओ, घुमा के लाओ, क्योंकि किसी से बोलती नहीं थी, चुप शांत। इतना संकल्पों और बोल, ये 2 एनर्जी जो हैं, 1 सेकंड भी उन्होंने व्यर्थ नहीं की। या तो बाबा की याद में है, बोलेंगे तो 2 शब्द ज्ञान के बोलेंगे, नहीं तो चुप। ये 2 एनर्जी को उन्होंने इतना बचाया, जो भगवान ने उनकी 48 साल तक उसी 2 एनर्जी से इतने बच्चों की पालना की। കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൽ കുറച്ച് കുറവുണ്ടായിരുന്നേ. സാക്ഷാത്കാരം കണ്ടുവന്ന് താഴെ വന്നു കഴിഞ്ഞാൽ ബ്രഹ്മബാബയ്ക്ക് എല്ലാ കാര്യങ്ങളും ശാസ്ത്രമൊക്കെ പഠിച്ചറിവുള്ളായിരുന്നല്ലോ. അപ്പോൾ ബ്രഹ്മബാബയാണോ ശിവബാബയാണോ പറയണമെന്ന് പോലും കുട്ടികൾക്ക് അറിയില്ലായിരുന്നു. ദാദി വന്ന് പറയുന്ന കാര്യങ്ങളെ ബാബ പറഞ്ഞ് സ്പഷ്ടമാക്കി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ ദാദിയുടെ വിശേഷത എന്തായിരുന്നു വെച്ചാൽ വളരെ കുറച്ചേ സംസാരിക്കുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കേ സംസാരിക്കേ പോലുമില്ല. ചിന്തയിലൂടെയും വാക്കുകളിലൂടെയുള്ള എനർജി മുഴുവൻ സംഭരിച്ച് സൂക്ഷിക്കുമായിരുന്നു. പറയുകയാണെങ്കിൽ തന്നെ 2 വാക്കുകളിൽ കാര്യം സ്പഷ്ടാക്കുമായിരുന്നു. അത്രയും സംഭരിച്ച ഊർജത്തിൻ്റെ ആധാരത്തിലാണ് 48 വർഷ കാലഘട്ടത്തോളം നമ്മൾക്ക് അവ്യക്ത പാലന തന്നു. ഈ യജ്ഞത്തിൽ നമ്മൾക്ക് ബാബയുടെ രഥമായിക്കൊണ്ട് പാലന തന്നത്. और इतनी सरलता थी, हम लोग जाते थे पिकनिक पर, कभी नदी पर ले जाते थे, कभी पहाड़ी पर ले जाते थे। सेंटर पर जाने की मना थी, सेंटर पर नहीं जाना, क्योंकि दादी को तो बहुत ऊंची नज़र से लोग देखते हैं, तो इसलिए दादी जाएगी तो वहाँ हलचल हो जाएगी, कहाँ बिठाएं, क्या खिलाएं, क्या सौगात दें। सेंटर पर नहीं ले जाना, पहाड़ी पर घुमा के लाओ, नदी पर घुमा के लाओ, उनके साथ खाओ, उनको हंसाओ बहलाओ। क्यों बहुत शांत जो रहता है ना, तो कभी कभी गलत हो जाता है। तो दादियों को बहुत ख्याल रहता था कि इसको कुछ न कुछ बहलाना है, हंसाना है। तो हम लोग कुछ भी हंसाते, कोई चुटकुला सुनाते, कोई कुछ कहते, दादी मुस्कराती, क्या बोलती कुछ नहीं थी. ദാദി എത്ര സരളായിരുന്നു അറിയോ. ദാദി പ്രകാശ് മണി ദാദി പറയും ദാദീനെ കൊണ്ടൊന്ന് കറക്കിയിട്ട് വരാൻ. അപ്പോൾ ദാദി ഒരിക്കലും ഒരു സെൻറ്ററുകളിലും പോകാൻ സമ്മതിക്കില്ലായിരുന്നു. പർവ്വതത്തിൻ്റെ മുകളിൽ പോവുക, നദിയുടെ അടുത്ത് പോവുക, അവിടെയൊക്കെ പോയിട്ട് എന്തുകൊണ്ട് സെൻറ്ററിൽ പോകാത്തതെന്ന് വെച്ചാൽ ദാദി സാധാരണല്ലോ, ഇത്രയും ഉയർന്ന വ്യക്തിത്വമല്ലേ. അപ്പോൾ ദാദീനെ എവിടെ ഇരുത്തണ്ടേ, ദാദിക്ക് എന്താ കൊടുക്കണ്ടേ, എന്താ സമ്മാനം കൊടുക്കണ്ടേ, ഈ ചിന്തയാവും സിസ്റ്റർമാർക്ക്. അതുകൊണ്ട് ദാദീനെ ദാദി പറയും സെൻറ്ററിലൊന്നും പോകണ്ട, നമുക്ക് വല്ല പർവ്വതത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നദീ തീരത്തോ പോവാൻ. അപ്പോൾ പ്രകാശ് മണി ദാദി പറയും ഒന്ന് ഇവിടെ സന്തോഷിപ്പിക്കാൻ. ഇവരെല്ലാവരും പലതും പറയും, ചിരിപ്പിക്കാനൊക്കെ ശ്രമിക്കും. എല്ലാം കണ്ടാലും ദാദി ഇങ്ങനെ പുഞ്ചിരി മാത്രം, ബസ്, ബാക്കി ഒന്നുമില്ല. അത്ര സരളമായിരുന്നു നമ്മുടെ ഗുൽസാർ ദാദി. एक दिन हम लोग 2 गाड़ी में पांडव भवन से पीस पार्क में पिकनिक करने जा रहे थे. तो दादी की गाड़ी आगे गई थी, उसमें एक भाई को बिठाया था, बाकी 2 बहनें और थी, और हमारी गाड़ी पीछे पीछे थी. तो दादी की गाड़ी आगे निकल गई और हमारी गाड़ी के सामने एक दूसरी गाड़ी आई और बहुत ज़ोर से आपस में सामने सामने भिड़ गई, टक्कर हो गई. थोड़ी थोड़ी चोट लगी, लेकिन जो सामने वाली गाड़ी थी उसमें बैठे हुए लोग इतना ज़ोर से रोने लगे, चिल्लाने लगे, क्योंकि उनको पता था ब्रह्मा कुमारी वाले हैं. वैसे कुछ ज़्यादा नहीं लगा था, लेकिन हमारी गाड़ी के आगे ऐसे लेट गए सारे आकर के, जिसे आगे न बढ़े कुछ पैसा मिले. तो सारे के सारे ऐसे लेट गए और चिल्लाए कि मेरे को मार दिया, मेरे को मार दिया. दादी को पता चला, दादी पीछे से वापस आई. उनका सामान बहुत ऊंचा था, बहुत नशे में रहती थी. आते ही उतर गई गाड़ी से
और उन सबको बहुत प्यार से ऐसे जैसे दृष्टि दिया, बहुत प्यार से, उठो उठो, खड़े हो जाओ, प्रसाद खिलाया, बहुत प्यार किया और ऐसी दृष्टि दी, सब चुप होकर के गाड़ी में बैठ के चले गए। एक शब्द भी कोई नहीं बोला, एक पैसा भी नहीं मांगा। इतना बहुत पावरफुल, जैसे बाबा आ गया। और दादी ने सबको शांत कर दिया, टोली खिला करके सबको भेज दिया। कोई ने कहा ही नहीं मेरे को तकलीफ है, मेरी चोट लगी। तो ऐसी दादी की हस्ती थी, इतना सम्मान था, जो भगवान का रथ, भगवान उनके तन में, उनका बोलना, उनका देखना, ऐसे नहीं बाबा जब आते हैं तभी बदलता था चेहरा, लेकिन वो सदा उसी सम्मान में रहती जैसे भगवान का मैं रथ हूं। वो उनकी पर्सनालिटी थी। ഒരു പ്രാവശ്യം പീസ് പാർക്കിലേക്ക് പിക്നിക്കിന് പോവായിരുന്നു, 2 വണ്ടിയിലായിട്ട്. ഒരു വണ്ടിയിൽ ദാദിയും 2 ഭായിമാർ പിന്നെ കുറച്ച് സിസ്റ്റർമാരും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്കിലത്തെ വണ്ടിയിലായിരുന്നു രാജുബായും പിന്നെ അമ്മായി തന്നെ വേറെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു, ബ്രാഹ്മണരൊക്കെ. ദാദിയുടെ വണ്ടി പോയി, അതിന് ഇവരുടെ വണ്ടിയുടെ മുന്നിൽ വെച്ചിട്ട് 2 വണ്ടി വന്ന് ഇടിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ബ്രഹ്മകുമാരിമാരുടെയാണെന്ന്. ഫ്രണ്ടിലുള്ള വണ്ടിയിലുള്ളവർ ഉറക്ക കരയാനും നിലവിളിക്കാനൊക്കെ തുടങ്ങി. അതായത് സത്യത്തിലൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല, കുറച്ച് പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെയും ചെറിയൊരു വന്നിട്ടുള്ളത് ബായ് സാഹിബിനാണ്. പക്ഷെ അവരെന്ത് ചെയ്തു, എല്ലാവരും പറഞ്ഞു കിടന്നാലല്ലേ ആക്സിഡൻറ്റ് പറ്റുമ്പോൾ ആവുള്ളൂ. അപ്പം എല്ലാവരും കിടന്ന് കരയാനൊക്കെ തുടങ്ങി. അപ്പോഴേക്കും ദാദി ഇത്രയും ഉയർന്ന ആളാണല്ലോ, ദാദിക്ക് ടച്ചായി. ദാദിയുടെ വണ്ടി തിരിച്ചു വന്നിട്ട് ദാദി ഇവിടെ വന്ന് എല്ലാവർക്കും ദൃഷ്ടി കൊടുത്തു. എന്നിട്ട് ദാദി പറഞ്ഞു എണീക്ക് എന്ന്. ദാദിയല്ല, ശരിക്കും ബാബ വന്ന പോലെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും സ്നേഹത്തോടെ ദാദി എതിർക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റു, ടോളി കൊടുത്തു, എല്ലാവരോടും വണ്ടികളിലിരിക്കാൻ പറഞ്ഞു. ഒന്നും സംഭവിക്കാത്ത പോലെ അവർ വണ്ടിയിലിരുന്നു, എല്ലാവരും ടോളി വാങ്ങി തിരിച്ചുപോയി. അത്രയും ശക്തിശാലിയായിരുന്നു ദാദി. ശരിക്കും ആ സമയത്ത് ദാദിയല്ല, ബാബ തന്നെ വന്ന് ചെയ്തതുപോലെ ആയിരുന്നു സംഭവം നടന്നിട്ടുണ്ടായിരുന്നേ. കേവലം ബാബ വരുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോഴും ദാദി ഭഗവാന്റെ അത്രയും വലിയ രഥമാണെന്നുള്ള ഫീലോട് കൂടി സദാ ആ സ്ഥിതിയിലാണ് ദാദി ഇരിക്കാറുണ്ടായിരുന്നത്. दादी जब ट्रांस में जाती, संदेश लेके आती थी, संदेश भी बहुत अच्छे आते थे, एकदम एक्यूरेट। और हर बार संदेश लाना और फिर उसको फेयर करना। तो कभी कभी हमें बुला लेती थी, राजू एक बार मैंने फेयर किया, लेकिन तुम इसको जाके टाइप करके आओ, देखो। तो मैं जाता था दादी से, रफ लिखा हुआ ले आता था और फिर कहती पढ़ लेगा तो मेरी राइटिंग में। हाँ दादी मेरे को दे दो, मैं पढ़ूंगा। मैं सिंधी सीखा था, क्यों सिंधी में लिखती थी, तो मैं उसको फेयर करके लाता था। फिर दादी से पूछता, दादी कुछ करेक्शन है? कहती नहीं ठीक है। क्योंकि उनकी जो क्लीन बुद्धि थी, वतन में ही जैसे बैठी और नीचे लिख रही है, ऐसे नहीं जा करके कुछ संदेश ला रही है, ऐसे बैठी है, ऊपर जैसे देख रही है और नीचे हाथ से लिख रही है। और लिख करके एक बार रफ लिख लिया, फिर उसको फेयर करने में बहुत टाइम लगता था, तो इसलिए बुला के मेरे को दे देती है, लाओ ले जाओ इसको, देखो फेयर करके ले आओ। मतलब इतनी लाइन क्लीन क्लियर, बाबा की टचिंग ऐसे ऊपर से देख रही, यहाँ लिख रही है। तो ये ट्रांस का पार्ट बहुत जबरदस्त दादी का था. ദാദി അതുപോലെയാണ് സന്ദേശം കൊണ്ടുവരുന്നതും. വളരെ അത്ഭുതമായിരുന്നു. ദാദിയുടെ ബുദ്ധി അത്രയും ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരുന്നു. ദാദി അവിടെ പോയിട്ട് ഇവിടെ വന്ന് എഴുതല്ല, അവിടെ കണ്ടുകൊണ്ടിരിക്കും, ഇവിടെ എഴുതിക്കൊണ്ടിരിക്കും. എഴുതിയതിന് ശേഷം രാജുബായിനെ വിളിക്കും, ഇതൊന്നൊന്ന് വായിച്ചു നോക്കുന്നത്. അത് എഴുതുന്നത് സിന്ധി ഭാഷയിലാണ്, സിന്ധിയിലാണ് എഴുതുക. അപ്പോൾ ബായ് സാബും സിന്ധി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എഴുതി ഒരു പ്രാവശ്യം ആ സന്ദേശം കയ്യിൽ കിട്ടിയപ്പോൾ അതിന് ടൈപ്പ് ചെയ്ത് കൊണ്ടുവന്ന് കേൾപ്പിച്ചു കൊടുത്തു. ദാദി ഇത് ശരിയല്ലേ, ക്ലിയർ അല്ലേ? ദാദി പറഞ്ഞാൽ എക്യുറേറ്റ് ആണ്. ദാദിയുടെ ബുദ്ധി അത്രയും ക്ലീൻ ആൻഡ് ക്ലിയർ ആണ്. അവിടെ എന്താണോ കാണുന്നത് സ്പഷ്ടമായി കണ്ടുകൊണ്ടിരിക്കെ ഇവിടെ കൈകൾ കൊണ്ട് എഴുതുമായിരുന്നു. ആ എഴുതിയതിനെ റഫായിട്ട് എഴുതും, പിന്നെ അതിനെ ഫെയറാക്കി വായിച്ച് കേൾപ്പിച്ച് ക്ലിയർ അല്ലേ എന്നാക്കിയതിന് ശേഷമാണ് നമുക്ക് കിട്ടുന്ന സന്ദേശങ്ങൾ കിട്ടാറ്. അത്രയും ദാദിയുടെ ബുദ്ധി क्लीन एंड क्लियर आയിരുന്നു. दीदी दादी ने गुलजार दादी को ऐसा बनाया था, इतनी सरलता से जहाँ बिठा दो। दीदी अपने कमरे में दादी को बिठा दिया, जाओ बाबा के पास, अभी अभी संदेश लेके आओ। हिस्ट्री हॉल में बिठा दिया, जाओ बाबा के पास। और ऐसी पंछी दादी दीदी कह दें, दादी बाद में नहीं
कभी भी दीदी दादी की बात को गुलजार दादी ने कट नहीं किया, और इतनी सरलता से दादियों ने बाबा को यूज किया। हर बात पूछी, एक एक बात, ये करना है या नहीं करना है, ये बताओ, विदेश भेजना है, किसको भेजना है, कहाँ भेजना है, कैसे भेजना है। अब बाबा ऐसे दादी के द्वारा ऐसे ऊपर जाती, कभी बाबा आ जाते, कभी दादी लिख के दे देती। तो ऐसे यज्ञ 69 के बाद जो मैंने देखा कैसे बाबा को दीदी दादी ने यूज किया, एक एक बात पूछ करके किया। ദീദിയാണ് ദാദീനെ അതുപോലെ ദീദി അതുപോലെയായിരുന്നു സരളമായിട്ട് ദാദീനെ ഉപയോഗിച്ചിരുന്നത്. അതായത് ചിലപ്പോൾ ദീദിയുടെ ബെഡ്റൂമിൽ നിന്നിട്ട് പറയും, നീ പോ മദനിൽ പോയിട്ട് വാ, ബാബോട് ചോദിച്ചിട്ട് വാ. അപ്പോൾ ദാദി പോവും, തിരിച്ചു വരും. ചിലപ്പോൾ ബാബ റൂമിൽ ഇരുത്തിയിട്ട് പറയും, പോയിട്ട് വാ, ചോദിച്ചിട്ട് വാ. എല്ലാ കാര്യങ്ങളും എന്താണോ ദീദി ഗുൽസാർ ദാദിയോട് പറയണത്, തത്സമയം ഞാനൊരു വാക്കുപോലും പറയില്ല, പോയി ചോദിച്ചിട്ട് വരും. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ബാബോട് ചോദിച്ചിട്ടേ ചെയ്യുമായിരുന്നുള്ളൂ. ബാബേനെ ദീദി എങ്ങനെ ഉപയോഗിച്ചിട്ടാണ് ഈ യജ്ഞം കൊണ്ടുപോയത് ഞാൻ എന്നെ കണ്ടതാണ്. എന്ത് കാര്യം, ഇപ്പോൾ വിദേശത്തേക്ക് അയക്കുകയാണെങ്കിൽ ഇന്നാൾ അയക്കണോ, വിദേശത്തേക്ക് പോകണോ, എല്ലാ കാര്യങ്ങളും ബാബോട് പോയി ചോദിച്ചിട്ട് വരാൻ പറയും. ബാബോട് ചോദിക്കാൻ പറഞ്ഞാൽ ഉടനടി ഒറ്റ സെക്കൻഡ് പറന്നുപോയി വന്നു. ചിലപ്പോൾ പോവും, ഇവിടെ നിന്ന് എഴുതും. അങ്ങനെ ഫുൾ കാര്യങ്ങൾ ദീദി ബാബയോട് ഗുൽസാർ ദാദിയിലൂടെ സമ്മതിച്ചിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അത്ര സരളമായിരുന്നു നമ്മുടെ ഗുൽസാർ ദാദി. फिर हमको तो 73 में 72 में मैं मधुबन में रहा, और 73 में एक दिन दादी ने कहा, बाबा रात भर बैठते हैं, कोई नहीं लिखता है, कुछ भी नोट नहीं लेता है, तुम बैठो, तुम बैठ सकता? हमने कहा हाँ मैं बैठूंगा। तो बाबा शाम को 7 बजे आते थे, कभी कभी सुबह 7 बजे तक बैठते थे, 12 घंटा ऐसे ही बैठे हैं। और जितने बच्चे मिल रहे हैं मैं सबका लिखता था, एक एक का। पूरी रात मैंने लिखा, और लिखने के बाद टाइप करना, फिर टाइप करके सुनाना बड़ों को, दादी को, फिर दादी सुनाते, ये पॉइंट अच्छी है, इसकी मुरली बना दो, इसको मुरली में भेज दो, इसको ये करो, पूरे डायरेक्शन हमको मिल जाते थे। 1969 ബാബ പോയതിന് ശേഷം 73 തൊട്ടാണ് ബൈസാബ് മധുബനത്തിൽ താമസിക്കാൻ തുടങ്ങിയത്. അപ്പോൾ സന്ധ്യയ്ക്ക് ബാബ ബൈസാബിനോട് ചോദിച്ചു അത്രേ, ബാബ വരുമ്പോൾ ഫുൾ രാത്രി ബാബ ഇരിക്കും, നീ കൂടെ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. റെഡി എന്ന് പറഞ്ഞു. അതെപ്പോഴാണ്? സന്ധ്യയ്ക്ക് 6:30 വന്നാൽ പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ ബാബയുണ്ടാവും. അപ്പോൾ ബാബ ആരോട് എന്തൊക്കെ പറയുന്നു എല്ലാം ബൈസാബ് കുറിച്ചെടുത്തുകൊണ്ടിരിക്കും. കുറിച്ചെടുത്തതിന് ശേഷം അതിനെല്ലാം ഫെയർ കോപ്പി ഉണ്ടാക്കി ഹിന്ദിയിലാക്കി വലിയവരെ, അതായത് ദാദിമാരെ വായിച്ച് കേൾപ്പിക്കും. അതിനുശേഷം ദാദിമാർ പറയും ഇന്ന കാര്യങ്ങൾക്ക് മുരളിയിലാക്കിക്കോ, ഇന്ന കാര്യങ്ങൾക്ക് തയ്യാറാക്കുക എന്ന്. അതെല്ലാം ചെയ്യും. എന്നിട്ടാണ് അതെല്ലാവർക്കും അയക്കായിരുന്നത്. അന്ന് മുതൽ ബൈസാബ് അത് ചെയ്യുമായിരുന്നു. तो 48 सालों में करीब 1400-1500 मुरलियाँ चली, और मेरा एक दिन भी मैंने मिस नहीं किया। कंटिन्यू हाथों से लिखा और मुरली बनाई। ये जो प्रिंटिंग हुई वो सब वही मुरलियाँ हैं। 48 വർഷത്തിൽ 14,000-14,000 മുരളി പറഞ്ഞിട്ടുണ്ട് ബാബ. അല്ല, 1500-1400 മുരളി പറഞ്ഞിട്ടുണ്ട്. അതിലൊരു മുരളി പോലും ഞാൻ മിസ്സാക്കിയിട്ടില്ല. എല്ലാം റഫാക്കി എഴുതിയെടുത്തു, ടൈപ്പ് ചെയ്തു, ഹിന്ദിയിൽ എഴുതി കേൾപ്പിച്ചു. ഒരു മുരളി പോലും ഞാൻ ഈ 48 വർഷത്തിൽ മിസ്സാക്കിയിട്ടില്ല. एक दिन की बहुत रमणीक बात सुनाता हूँ। शिव बाबा और कैसे आते थे। मेडिटेशन हॉल बन गया था, ओम शांति भवन नहीं बना था। तो मेडिटेशन हॉल में बाबा आए, और उस समय ग्रुप खड़ा करते थे, एक एक से नहीं मिलते, खड़ा होता। तो एक दिन 8-9 भाई सामने बाबा के खड़े थे, और बाबा उनको वरदान दे रहे थे, और मैं इसे साइड में बैठा हुआ लिख रहा था। अचानक बाबा के बोलते बोलते एक भाई को क्या हुआ, वो बाबा के ऊपर गिर गया, और इतनी जोर से गिरा, बहुत जोर आवाज हुई। तो हम लोग देख रहे थे, तो दौड़े तब तक वो गिर चुका था, और बाबा को बहुत चोट आ गई हाथ में। तो उठा तो दिया, बाबा ने कहा उठाओ बच्चे को, उठाओ बच्चे को। तो उठा तो लिया उस भाई को, लेकिन बाबा ने ये नहीं महसूस होने दिया कि चोट लगी है। रथ तो गुलजार दादी का था, वो तो वतन में थी, उनको तो पता ही नहीं था। तो बाबा ने क्या किया, साड़ी का पल्लू ऐसे करके हाथ को ऐसे कर लिया, अंदर कर लिया, लगा बहुत ज़्यादा था।
और बाबा फिर से मिलना शुरू कर दिया। पार्टी मिलती रही, 2-3-4 घंटा बाबा और रहे उसके बाद। और बाबा जब गए तो हाथ फूल गया इतना। तो कमरे में गई तो बहुत दर्द हुआ, बहुत। डॉक्टर आया, दवाई लगाई और दादी का हाथ बांध दिया, ऐसे लटकाई। और सुबह घूम रही थी, ऐसे ही पैदल कर रही थी। हम गए सामने, तो दादी ये क्या हुआ? पता नहीं क्या हुआ। शाम को तो जब बाबा आए थे तब तो बिल्कुल ठीक था, जब बाबा गए उसके बाद पता नहीं क्या हुआ, बहुत दर्द है। तुमने कहा दादी मालूम है क्या हुआ? कहती क्या हुआ था? नहीं, एक भाई आपके ऊपर गिर गया, तुम लोगों ने उठाया क्यों नहीं? मैं दादी जब तक उठाएं तब तक तो गिर चुका था। वरना उनको ये भी पता नहीं चलने दिया बाबा ने कि कोई गिरा है, हाथ में चोट लगी है। और सुबह दर्द भोगना तो उनको शरीर तो से, बाबा तो चला गया पाठ बजा करके। तो ऐसे कई दृश्य देखे कि कैसे बाबा अपना काम करते हैं, कैसे अपना काम करते हैं। तो प्रकृति पर जीत प्राप्त कर लेते, प्रकृति को अधीन कर लेते। आत्मा है, ऐसे नहीं आत्मा कोई निकल के गई थी गुलजार दादी की, आत्मा तो उसी शरीर में रहेगी ना, लेकिन इतना उसको सुला देते, उसको मर्ज कर देते जो शरीर का कोई कॉन्शियस न रहे। और शिव बाबा उसके द्वारा पाठ बजाते, बाप दादा का पाठ चलता। तो ऐसे बहुत सारे दृश्य देखे हैं प्रैक्टिकल। ഒരു പ്രാവശ്യത്തെ അനുഭവം പറയാണ്. ആദ്യം നമ്മളുടെ മെഡിറ്റേഷൻ ഹാൾ ഉണ്ടാക്കിയിട്ടില്ല, ഹിസ്റ്ററി ഹാളിലാണ് ബാബാമിലൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നൊക്കെ ബാബാമിലനെ ഓരോ ടീമിനെ മുന്നിലേക്ക് വിളിക്കുകയല്ല ചെയ്യുക, എഴുന്നേറ്റ് നിൽക്കാൻ പറയുകയാണ് ചെയ്യുക. അങ്ങനെ ബാബ എന്താ പറയുക, ബൈസാബ് മുക്കിലിരുന്നിട്ട് എല്ലാ പോയിന്റും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഫ്രണ്ടിൽ ഒരു 5-6 ബായിമാർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എഴുന്നേൽപ്പിച്ച് നിർത്തി ബാബ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലേ അതിൽ നിന്നൊരു ബായി പെട്ടെന്ന് ശക്തമായി ദാദിയുടെ മേലേക്ക് വീണു, ബാബയുടെ മേലേക്ക്. ബാബയാണല്ലോ വന്നിരിക്കുന്നത്. ബാബയുടെ വീണു നോക്ക ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി എടുക്കുമ്പോഴേക്കും ബാബയുടെ രഥത്തിൻ്റെ കൈ പൊട്ടി വല്ലാത്തൊരവസ്ഥയിലായി, മുറിവേച്ചു അതിന്. അത് കഴിഞ്ഞു ബാബ പറഞ്ഞു ബച്ചേ ഈ കുട്ടീനെ എടുത്തു മാറ്റി. അത് കഴിഞ്ഞ് ആ സാരി തലപ്പ് കൊണ്ട് ബാബ എന്നെ അതിനെ ചുറ്റി അങ്ങനെ വെച്ചു. പിന്നെയും 3-4 മണിക്കൂറോളം നീണ്ടു ബാബാ മിലനം. എല്ലാം കഴിഞ്ഞ് റൂമിലെത്തുമ്പോഴേക്കും കൈ അത്രത്തോളം വീങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ വന്നു, മരുന്നെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നല്ല വേദനയായി ദാദിക്ക്. ദാദി തിരിച്ചു വന്നല്ലോ രഥത്തിലേക്ക്. അപ്പം പിറ്റേ ദിവസം രാവിലെ ദാദിയുടെ കൈമ്മ ഇങ്ങനെ ബാൻഡേജൊക്കെ ഇട്ട് സിംഗിളിട്ടിട്ട് ദാദി ഗാർഡനിലൂടെ കറങ്ങുമായിരുന്നു. അപ്പം ബൈസാബ് പോയി ചോദിച്ചു, ദാദി ഇതെന്ത് പറ്റി കയ്യിനെന്ന്. അപ്പോൾ പറഞ്ഞു ഇത്രേ, ഇന്നലെ എന്താ പറ്റിയെന്നൊന്നും അറിയില്ല, ഇന്നലെ ബാബ പറഞ്ഞ വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ബാബ പോയി കഴിഞ്ഞ് നോക്കിയപ്പോൾ കൈ ഈ ഒരവസ്ഥയാണ്. അപ്പോൾ ആദ്യം ഇവർ ചോദിച്ചു അത്രേ, എന്താ ഉണ്ടായെന്ന് പറഞ്ഞു തരട്ടെ, എന്താ ഉണ്ടായേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു ബായി വീണു. അപ്പോൾ എന്താ നിങ്ങൾ എടുത്തില്ലേന്ന് ചോദിച്ചു. എന്ന് എടുത്തു, പക്ഷെ എടുക്കുമ്പോഴേക്കും ഇങ്ങനെ ആയിപ്പോയി. അതായത് ബാബയുടെ രഥത്തിനെ ബാബ ഉപയോഗിക്കുമ്പോൾ എത്ര രീതിയിലാണ് ഉപയോഗിക്കുന്നു, ഈ പ്രകൃതിനെ പൂർണ്ണമായും ജയിച്ചുകൊണ്ട്. പറയുമ്പോൾ ദാദി വതനിലാണെന്ന് പറഞ്ഞാലും ഈ ശൈർത്തന് ഉണ്ടാവുമല്ലോ, ആത്മപൂർണ്ണമായി പോവില്ലല്ലോ. അപ്പൊ പ്രകൃതിയിലുണ്ടായി പ്രകൃതിക്ക് സംഭവിക്കുമ്പോൾ പോലും അതിൻ്റെ വേദന പോലും ദാദി അറിയില്ല. അത്രത്തോളം അതിനെ ഉപരിയാക്കിക്കൊണ്ടാണ് ബാബ ഉപയോഗിച്ചിരുന്നത്. ऐसी सरल आत्मा को भगवान ने अपना रथ बनाया. അത്തരം സരളമായ ആത്മ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതും कोई आकर्षण नहीं, कोई रस, इंद्रिय रस नहीं, न खाने का रस, न घूमने का रस, न पीने का रस, न बोलने का रस, न देखने का रस. एक रस, इसको कहते हैं एक रस. एक बाबा, दूसरा न कोई. ऐसी आत्मा को भगवान ने अपना रथ बनाया. ഒരു രസങ്ങളും ദാദിക്ക് ഉണ്ടായിരുന്നില്ല, ഒരു ആകർഷണം ഉണ്ടായിരുന്നില്ല. കഴിക്കണ രസം, കുടിക്കണ രസം, കറങ്ങുന്ന രസം, സംസാരിക്കുന്ന രസം, ഈ ഭൂമിയിലെ യാതൊരു ആകർഷണവും ഇല്ല. ഒരേ ഒരു രസം മാത്രം, ബാബയിൽ മാത്രമുള്ള രസം. ആ ഏകരസസ്ഥിതിയിലായിരുന്നു. അങ്ങനെയുള്ള ആത്മാവിനെയാണ് ഭഗവാൻ തൻ്റെ രഥമായി ഉപയോഗിച്ചത്. बाबा का एक दूसरा और फेवरेट संदेशी था, संदेशी बहन. वो दादी से भी सरल थी, गुलजार दादी से भी सरल थी. और वो थी संतरी दादी. नाम सुना होगा, संतरी. संतरा होता ना, संतरा हिंदी में. तो बाबा ने उसका नाम रखा था ये संतरू है. बहुत नरम, बहुत कोमल, बहुत सरल, जैसे कुछ बोलना नहीं आता,
इतना सीधी, इतनी सरल, उसको मधुबन में रखा था। वो थी विश्व किशोर दादा की युगल। विश्व किशोर दादा बहुत बाबा के अनन्य बच्चे थे, भतीजा था लौकिक में, ब्रह्मा बाबा का लौकिक भतीजा था। बाबा ने ही शादी कराई थी, और वो शादी करके जब आई तो इतनी सरल थी, इतनी सीधी सरल थी, जो बाबा ने कहा है तो संतरे जैसी मुलायम है, जैसे एकदम टपकता है रस। तो उसका नाम रखा था संतरी। और संतरी दादी को संदेश का पाठ शुरू से मिल गया, ब्रह्मा बाबा के साथ रहना। और ब्रह्मा बाबा जैसे जैसे कोई एकदम घरेलू होता ना, घर का बच्चा, एक एक बात बाबा की उसको पता। कोई भी बात डायरेक्शन लेना है, जाओ बच्ची बाबा से पूछ के आओ, जाओ बच्ची बाबा से पूछ के आओ। संतरी दादी बाबा की नंबर 1 फेवरेट संदेशी थी। हर बात संदेश में। बाबा तो शिव बाबा आए, प्रवेश करें, चले जाएं, पूछना हो तो किससे पूछें। तो एक बार क्या हुआ, एक कहानी सुनाता हूँ। ഗുൽസാർ ദാദിയെക്കാളും സരളമായ ഒരു ദാദി ഉണ്ടായിരുന്നു. ബാബയുടെ സന്ദേശിയായിരുന്നു സന്തരി ദാദി. സന്തരി ദാദി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സന്തരി ദാദി എന്ന് പേര് വെച്ചത് ബ്രഹ്മബാബയാണ്. കാരണം ഓറഞ്ച്, സന്തര പറഞ്ഞ ഓറഞ്ചിൻ്റെ ജ്യൂസ് പോലെ പെട്ടെന്ന്, ഓറഞ്ച് അത്ര സോഫ്റ്റ് അല്ലേ, അതുപോലെ സോഫ്റ്റ് നേച്ചറായിരുന്നു. ബ്രഹ്മബാബയുടെ ചേട്ടൻ്റെ മകൻ്റെ ഭാര്യയായിരുന്നു വിശ്വകിഷോർ ദാദ. നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാവും ആ പേര്. വിശ്വകിഷോർ ദാദയുടെ ഭാര്യയായിരുന്നു സന്തരി ദാദി. ബാബ തന്നെയാണ് കല്യാണം കഴിപ്പിച്ചു കൊടുത്തതും കൊണ്ടുവന്നതും. അത്രയും അത്രയും സോഫ്റ്റ് സ്വഭാവമായിരുന്നു, സീതാ സാധായിരുന്നു, മീൻസ് എന്താ പറയുക, ഓപ്പൺ ആയിരുന്നു, വളരെ സരളമായിരുന്നു ദാദി. ബാബയുടെ ഓരോ കാര്യങ്ങളും ദാദിക്കായിരുന്നു ഏറ്റവും കൂടുതൽ അറിയുന്ന ആളായിരുന്നത്. ബ്രഹ്മാ ബാബ വരും ബ്രഹ്മാ ബാബയിൽ ശിവബാബ വരും പോകും. പക്ഷെ ബാബയ്ക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ എല്ലാ കാര്യങ്ങളും എപ്പൊക്കെ വേണോ അപ്പോഴൊക്കെ പോയി സന്ദേശിയായി സന്ദേശം കൊണ്ടുവന്ന ദാദിയാണ് സന്തരി ദാദി. അപ്പോൾ ഇനി ദാദി അതിൻ്റെ ഒരു കഥ പറഞ്ഞുതരാൻ പോവാണ് ഭായ് സാബ്. संतरी दादी ने एक बार मधुबन में कुआं खोदा गया, पांडव भवन में कुआं खोदते ना, तो बहुत गहरा कुआं खुदा और कुएं में पानी आया। पहाड़ी पर पानी जब आया तो बच्चे बड़े खुश हो गए, बाबा को बोला बाबा कुएं में पानी आ गया, पानी आ गया, बाबा आप देखने चलो, पानी टेस्ट करो। और बाबा बड़े उमंग उत्साह वाले थे, तो सीढ़ी लगाई थी लोहे की नीचे कुएं तक, तो बाबा को कुएं में उतार दिया नीचे। उतर तो गया बाबा, अब 70-80 साल का बाबा, 80 साल तो हो गया होगा जब कुआं खुदा, 70-75 साल के ऊपर आयु होगी उस समय। तो उतर तो गया, अब चढ़े कैसे ऊपर। तो जो कुएं में भाई लोग गए थे, बाबा ने टेस्ट किया, पानी ठीक है, अच्छा है। तो फिर बाबा को पैर हाथ का सहारा दे दे करके ऊपर तक चढ़ा ले आए भाई लोग जो नीचे थे। अब बाबा चढ़ तो आया ऊपर, उसके बाद बाबा की टांगे जो है ना चले नहीं, दर्द शुरू हो गया। अब बाबा कहे अभी चल ही नहीं सकता बाबा, इतना भारी भर गई टांगे सारी। तो जाओ बच्ची संदेश ले आओ बाबा से, दवाई ले आओ बाबा से, शिव बाबा से दवाई पूछ के आओ। तो गई संदेशी, संतरी दादी कहती है ये बच्चे को बोलो अभी बचपन के नटखट का ना छोड़ दे, ये नटखट नहीं करना है, बड़ा आयु है। फिर भी बाबा ने दवाई उनको बताई कि ऐसे ऐसे ठीक हो जाएगा। तो संतरी दादी मना इतना फेवरेट थी हर चीज की, जैसे दवाई लेना है जाओ बाबा के पास, ये करना है जाओ बाबा के पास। അപ്പോൾ അന്നുണ്ടായ ഒരു കഥ പറയാനാണ് ഭായ് സാബ്. പാണ്ഡവ ഭവനിൽ ഒരു വലിയ കിണർ കുത്തി, ആഴത്തിൽ, മലയുടെ മുകളിലാണ്, ഒരുപാട് ആഴത്തിൽ പോയിട്ട് കിണർ കുത്തിയത് വെള്ളം കണ്ടു. ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും. എല്ലാവരും വന്ന് ബാബയോട് പറഞ്ഞു, ബാബ കിണർ കുത്തി വെള്ളം കണ്ടു, ബാബ ഒരു വെള്ളം ടേസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ടേസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്, അവർ കിണറിൻ്റെ അടി വരെ ഒരു ഏണി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാബ സന്തോഷത്തോടെ ഏണി ഇറങ്ങി, കിണറ്റിലിറങ്ങി വെള്ളം കുടിച്ചു, വെള്ളം സൂപ്പറാന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെ കയറും,
വയസ്സ് 80-ന് മുകളിലാണ്. എങ്ങനെ മുകളിലേക്ക് കയറും? പിന്നെ കൂടെ ഉണ്ടായിരുന്ന ഭായിമാരൊക്കെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ കഷ്ടപ്പെട്ട് കയറി മുകളിലെത്തിയപ്പോഴേക്കും 2 മുട്ടും അത്രയും വേദനയായി, ഒരു സ്റ്റെപ്പ് നടക്കാൻ പറ്റാതെയായി. അപ്പം ആ സമയത്ത് ബാബുടൻ തന്നെ സന്തരിദാദിയോട് പറഞ്ഞേ, ബച്ചി ജാവോ, നീ പോയിട്ട് മുകളിൽ പോയിട്ട് ചോദിക്കും ഇതിലെന്താ മരുന്ന്, എൻ്റെ കാലം കൊണ്ട് വേദനിക്കാൻ നടക്കാൻ പറ്റുന്നില്ല. ദാദി ഉടൻ തന്നെ വദനത്തിൽ പോയി സന്ദേശം കൊണ്ടുവന്നു, മരുന്ന് കൊണ്ടുവന്നു. പക്ഷെ ബാബ്ദാദ മുകളിൽ നിന്ന് ശിവബാബ പറഞ്ഞയച്ചത്രേ, നോക്ക് ഈ കുട്ടികളെയൊക്കെ നിർത്തി വയ്ക്കണം, ശരീരത്തിന് ധൈര്യമായിട്ടുണ്ട്, ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. മരുന്ന് കൊടുത്തു, മരുന്ന് വരട്ടി ശരിയായി. അതായത് അത്ര കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും മുകളിൽ പോയി സന്ദേശം കൊണ്ടുവരത്തക്ക വിധം സരളമായ സ്വഭാവമായിരുന്നു സന്തരിദാദിയുടെ. और जब बाबा ने शरीर छोड़ा 69 को 18 जनवरी को, तो संतरी दादी को, गुलजार दादी को, संदेशी दादी को, 4 संदेशियों को, बड़ी दादी थी, बड़ी दादी तो बहुत पावरफुल थी, उनके हाथ में हाथ दे के बाबा ने शरीर छोड़ा था। तो कहती है अभी बाबा के पास जाओ, तुम लोग वतन में बार बार जाती हो, बाबा को देखती हो, पूछ के आओ बाबा कहाँ है, क्या करना अभी, ऐसा कैसे हुआ, क्योंकि कुछ पता नहीं था, अचानक बाबा ने शरीर छोड़ा था। तो सब संदेशियाँ गई ट्रांस में, तो गुलजार दादी को पर्दा दिखाई दिया ऊपर, और पर्दे पर लिखा था ड्रामा। वापस आ गई। दूसरी संदेशी को ऊपर को दिखाई नहीं दिया, वतन में कुछ ब्रह्मा बाबा नहीं मिला, वापस आ गई। संतरी दादी को दादी ने बिठाया, बैठो तुम जाओ, बाबा को बोलो तुम आओ नीचे बात करो। संतरी दादी गई और ब्रह्मा बाबा आए, बॉडी पड़ी है, संतरी दादी में प्रवेश किया और फिर 5, 7, 10 मिनट में बोला कि बच्चा ड्रेस और ड्रेस चेंज किया है, कहीं गया नहीं है, लेकिन ये ड्रेस और ड्रेस चेंज हुआ है, पुराना शरीर है, इसका संस्कार करो, विधिवत करो, और संस्कार के बाद बाबा डायरेक्शन देगा। सब किसके द्वारा देगा वो आप लोग बताना। बस 5-7 मिनट का संदेश आया, बाबा आके बोल के फिर सारा डायरेक्शन दिया और अंतिम संस्कार हुआ। अंतिम संस्कार के बाद भोग लगना था। दीदी चाहती थी कि संतरी दादी में ही बाबा आए, लेकिन दूसरी दादियां चाहती थी गुलजार दादी में आए। तो संतरी दादी ने कहा प्लीज मुझे माफ करो, मेरे में अगर बाबा आ भी गया तो लोगों को पता नहीं चलेगा कि बाबा बोला है या मैं बोल रही हूँ, क्योंकि मुझे सब कुछ पता है बाबा के बारे में, और गुलजार दादी कुछ पता नहीं है। गुलजार दादी दिल्ली में रहती है, मैं तो बाबा के अंग संग रहती हूँ, इसलिए बाबा गुलजार दादी में आएगा, भोग लगाएगी गुलजार दादी। पहली बार 21 जनवरी को जब बाबा आए, गुलजार दादी के तन में प्रवेश हुए, फिर भी बाबा ने मार्जिन दी कि दीदी दादी जिस तन में कहेंगे उस तन में बाबा आएगा, ऐसे नहीं कहा इसी में आएगा। दीदी दादी ने कहा गुलजार दादी ठीक है, क्योंकि वो यंग थी और जहाँ संतरी दादी बड़ी आयु वाली थी। थोड़े दिन के बाद मधुबन में रहते रहते उनको दमा हुआ संतरी दादी को, और बाबा ने, दादियों ने उनको कलकत्ता में रखा। संतरी दादी को आती थी कलकत्ता से, और एक दिन आई, मेरा बहुत प्यार का रिश्ता था, बहुत प्यार का, क्योंकि जब मैं मधुबन में समर्पित हुआ था तो उनका बहुत हाथ था, बहुत ढंग से मुझे समर्पित कराया था। उसकी कहानी सुनाए, है थोड़ी रमणीक कहानी, सुना दो, सुनाना। इसके बाद ഗുൽസാർ ദാദിയുടെ ബാബ എങ്ങനെയാണ്, ഇത്രയും ഗുൽസാർ ദാദിയിൽ എങ്ങനെയാണ് ബാബ വരാൻ തുടങ്ങിയത്? ബാബ അവ്യക്തമായ സമയം 1969 ജനുവരി 18, പെട്ടെന്നാണല്ലോ, ഒന്നും പറയാതെയല്ലേ ബാബ പോയി. അപ്പോൾ 3 ദാദിമാർ പോകുമായിരുന്നു സന്ദേശിയായിട്ട്, ഈ സന്തരി ദാദി, ഗുൽസാർ ദാദി, വേറൊരു ദാദി. അപ്പോൾ ദാദി എന്ത് ചെയ്തു, പ്രകാശ് മണി ദാദിയുടെ കയ്യിൽ കൈ കൊടുത്ത് യജ്ഞം കൊടുത്തിട്ടാണല്ലോ ബാബ പോയത്. ഭയങ്കര പവർഫുൾ ആയിരുന്നു ദാദി. ദാദി 3 പേരെ ഇരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ 3 ആളും പോവതല്ലേ, ബാബ എവിടെ പോയി കണ്ടുപിടിക്കുക, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയെന്ന്. ഗുൽസാർ ദാദി പോയപ്പോൾ ഒരു കർട്ടൻ ഉണ്ട്, അതിൽ എഴുതിയിട്ടുണ്ട് ഡ്രാമ.
മറ്റേ ദാദി പോയപ്പോൾ അവിടെ ഒന്നും കണ്ടില്ല. പിന്നെ സന്തരി ദാദീനെ ഇരുത്തിയിട്ട് ദാദി പറഞ്ഞു നീ പോയി നോക്കിയിട്ട് വാ. സന്തരി ദാദി പോയി നോക്കിയപ്പോൾ അവിടുന്ന് തിരിച്ച് ദാദിയുടെ ശരീരത്തിൽ ബാബ വന്നു. ബ്രഹ്മബാബോട് വരാൻ പറഞ്ഞു. അങ്ങനെ ബാബ താഴെ സന്തരി ദാദിയിൽ വന്നു. ഒരു 5-7 മിനിറ്റോളം 5-7 മിനിറ്റ് സന്ദേശം കൊടുത്തു. അപ്പം അതിൽ പറഞ്ഞു എന്താ പറഞ്ഞേ, ശരീരം വയസ്സായി, ഡ്രസ്സും മാറി അഡ്രസ്സും മാറി എന്ന്. അപ്പം ഈ ശരീരം മാറി വദനിലേക്ക് മാറി. ഇനി വേഗം തന്നെ വിധിപ്രകാരം അന്തിമ സംസ്കാരം ചെയ്യൂ. അതിനുശേഷം ബാബ വന്ന് സർവ്വനിർദ്ദേശങ്ങളും നൽകാം. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ബാബയുടെ ക്രീമേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം 3 പേരും ഇരുന്നപ്പോൾ ദീദി മൻമോഹിനി ആഗ്രഹിച്ചിരുന്നു സന്തരി ദാദിയിൽ ബാബ വരണം എന്ന്. പക്ഷേ സന്തരി ദാദി പറഞ്ഞു മറ്റു ദാദിമാരൊക്കെ ആഗ്രഹിച്ചു ഗുൽസാർ ദാദിയിൽ ബാബ വരണം. കാരണം സന്തരി ദാദിയും പറഞ്ഞു എല്ലാ കാര്യങ്ങളും ബാബയുടെ A to Z എനിക്കറിയാം, അപ്പോൾ എന്നിൽ വന്നാൽ ആളുകൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുക. പക്ഷെ ഗുൽസാർ ദാദി ദില്ലിയിലായിരുന്നു, ദാദിക്ക് ഒരു കാര്യം അറിയില്ല, അതുകൊണ്ട് ദാദിയിൽ വരണം. പിന്നെ ജനുവരി 21 ഭോഗ് വെച്ചതിന് ശേഷം ഗുൽസാർ ദാദിയിൽ ബാബ വന്നു. അപ്പോൾ ബാബ പറഞ്ഞു ഇനി ദീദിയിൽ വരണോ സന്തരി ദാദിയിൽ വേണോ ഗുൽസാർ ദാദിയിൽ വേണോ, ദാദി ദീദി ആരെയാണോ നിർദ്ദേശിക്കുന്നത് അവരിൽ വരാം. ബാബയ്ക്ക് 2 രഥം ഒരുപോലെ ഇഷ്ടമാണ്. പക്ഷേ ഗുൽസാർ ദാദി കുറച്ചുകൂടി ചെറിയ ഏജായിരുന്നു, സന്തരി ദാദിയാണെങ്കിൽ കുറച്ചുകൂടി വയസ്സായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ദാദി ദീദി പറഞ്ഞു ഗുൽസാർ ദാദിയിൽ വരിക, അതാണ് ശരി. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും സന്തരി ദാദിക്ക് ശ്വാസം മുട്ട് വന്നു. അങ്ങനെ സന്തരി ദാദി പിന്നീടുള്ള കാലഘട്ടം കൽക്കത്തയിലായിരുന്നു. അവിടെ നിന്ന് മധുബനത്തിൽ വന്നു. മധുബനത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. സന്തരി ദാദിയുടെ കഥയുണ്ടല്ലോ, അത് വലിയൊരു കഥയാണ്. ആ കഥ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ സമയം പിടിക്കും, പക്ഷെ എന്നാൽ ആ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കേൾക്കണ്ടേ കഥ? सबको दिल लगी है वो सुनना है, कहानी जो आप थोड़ा लंबी हो लेकिन हमें सुनने के लिए तैयार है. बाबा ने जब शरीर छोड़ा था तो संतरी दादी के तन में पहले ब्रह्मा बाबा आए, और जब बाबा के रथ का शरीर का श्रृंगार किया गया, क्योंकि बाबा ने डायरेक्शन दिया कि बच्चे का संस्कार यही होगा, शांति स्तंभ जो बना, और संस्कार करने के पहले पूरे आबू की परिक्रमा देनी है. बॉडी को अच्छी गाड़ी में सजा करके पूरे आबू में चक्कर लगवाना. लेकिन जब सजाने लगे तो शिव बाबा संतरी दादी में प्रवेश हुए और कहा कि इस बच्चे ने, ब्रह्मा की आत्मा ने शिव बाबा का रथ बन के बहुत सेवा की है, इसलिए शिव बाबा इसके रथ का श्रृंगार करेंगे. फूलों से शिव बाबा ने ब्रह्मा बाबा के रथ का श्रृंगार किया और उसके बाद रथ को घुमाया गया आबू में. ബ്രഹ്മ ബാബ സമ്പൂർണ്ണമായി എങ്ങനെയാണ് ക്രീമേഷൻ നടത്തേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ബാബ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ ഇന്നിപ്പോൾ ശാന്തി സ്തംഭം ഉണ്ടല്ലോ, ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് അവിടെ ആ ബോഡീനെ സംസ്കരിച്ചത്. ഇപ്പോൾ ഡയറക്ഷൻ കൊടുത്തു, ഇതിനെ പൂർണ്ണമായി അലങ്കരിച്ച് നല്ലൊരു വണ്ടിയിൽ മനോഹരമായി അലങ്കരിച്ചതിന് ശേഷം മുഴുവൻ ആബുവും കറക്കിയതിന് ശേഷം വേണം കൊണ്ടുവന്ന് അന്തിമ സംസ്കാരം ചെയ്യാൻ. അങ്ങനെ ദാദി ബാബേനെ അലങ്കരിക്കാൻ തുടങ്ങി ബ്രഹ്മബാബയുടെ പാർത്ഥിവ ശരീരം. അപ്പോൾ സന്തരി ദാദിയിൽ സ്വയം ശിവബാബ വന്നു. എന്നിട്ട് പറഞ്ഞു ഈ കുട്ടിയുടെ രഥം ശിവബാബയ്ക്ക് വേണ്ടി ഒരുപാട് സേവനം ചെയ്തു, അതുകൊണ്ട് ഈ ശരീരത്തിനെ ഞാൻ സ്വയം അലങ്കരിക്കുന്നു പറഞ്ഞു. സ്വയം ശിവഭഗവാനാണ് ബ്രഹ്മബാബയുടെ ശരീരത്തിനെ പൂക്കൊണ്ട് അലങ്കരിച്ചത്. एक एक बात पूछ के किया गया, कौन अग्नि देगा, लास्ट अग्नि. कोई बच्चे देते हैं ना, बाबा का बेटा भी था, परिवार वाले सब थे लौकिक. शिव बाबा से पूछा कौन अग्नि देगा. कुमार का दादी देगी, प्रकाशमणि दादी और विश्वरतन दादा, 2 ने अग्नि दिया. बच्चे खड़े थे, सब परिवार वाले थे, कोई ने हाथ नहीं लगाया. अंतिम संस्कार अग्नि देते ना, वो बड़ी दादी ने, प्रकाशमणि दादी ने और विश्वरतन दादा ने दिया. അന്തിമ സംസ്കാരത്തിൽ ആ ചിതയ്ക്ക് ആര് തീ കൊളുത്തണം, അതും കൂടി ശിവബാബയുടെ നിർദ്ദേശപ്രകാരം ബാബയോട് ചോദിച്ച് ബാബ പെർമിഷൻ കൊടുത്തവർ മാത്രം. ബ്രഹ്മബാബയുടെ പൂർണ്ണ ലൗകിക മക്കളും കുടുംബം എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ കുമാർ കാ ദാദി, നമ്മുടെ പ്രകാശ്മണി ദാദി, വിശ്വരത്തൻ ദാദ, ഇവർ 2 പേരുമാണ് തീ കൊളുത്തേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അവരാണ് ആ ചിതയ്ക്ക് തീ കൊളുത്തിയത്. उसके बाद जो पाठ चला है वो तो सब मुरलियाँ हैं, लेकिन जो मैं संतरी दादी की बात सुनाता हूँ, जब मैं पहली बार 71 में मधुबन आया
तो जाने लगा तो दीदी और संतरी दादी दोनों ही यज्ञ की कर्ता धर्ता वही थे, सब कुछ उनके हाथ में ही था, पूरा यज्ञ। तो दीदी ने कहा कि राजू की अटैची मंगाओ अपने पास, संतरी दादी को बोला। जब बोला गया अटैची मंगाओ तो मैं थोड़ा डर गया। हमने कहा अटैची चेकिंग होगी क्या, घर वापस जाना है मुझे। और वापस जाने के लिए उस समय लोहे की अटैची आती थी, आजकल जैसी नहीं थी, लोहे का टैंक होता था। तो मेरे पास तो गांव का था, मैं 2 या 3 कपड़े थे, 2-3 जोड़ी। तो मेरी जब मंगाई गई अटैची तो पहले मैं डरा, तो दीदी कहती डरो नहीं, संतरी को दे आओ। तो मैं संतरी दादी के पास लेके गया। संतरी दादी कहती अटैची तुम यहीं छोड़ के आओ। मैं और डर गया, अटैची भी छोड़ के जाओ, क्यों, क्या हो गया। दूसरे दिन मुझे बुलाया और पूरी अटैची अच्छे सूट से, पैंट सूट से भरी हुई, टाइट 8-10 जोड़ी पैंट और सूट पूरा ही भरा हुआ, उठाओ इसको ले जाओ। मैंने कहा दीदी दादी ये क्या करूँगा मैं। अरे बोला गांव में जाएगा ना तुमको सहज छुट्टी मिल जाएगी, नहीं तो आश्रम में आने के लिए छुट्टी नहीं देते लोग। इसको रोज पहनना, रोज नई नई ड्रेस पहन के घूमना। क्यों दादी। अरे लोगों को पता चलेगा इनका आश्रम बहुत पैसे वाला है, तुमको जल्दी छुट्टी मिल जाएगी। തൻ്റെ ദീദി സന്തരി ദാദിയായിട്ട് ബായ്സാബിൻ്റെ അത്രയും ആഴത്തിലുള്ള ബന്ധമായിരുന്നു. ആ കാര്യം പറയാണ്. 1971 ആബുവിൽ സേവനത്തിന് താമസിച്ചിരുന്നു. അപ്പോൾ അന്ന് സന്തരി ദാദിയുടെയും ദീദി മൻമോഹിനിയുടെയും കയ്യിലായിരുന്നു എല്ലാ പവറും ഉണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് സേവനം കഴിഞ്ഞ് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞു നിൻ്റെ സൂട്ട് കേസ് കൊണ്ടുവരാൻ. നമ്മളുടെ മാതിരി സൂട്ട് കേസല്ല, ഇരുമ്പിൻ്റെ ട്രങ്ക് പോലുള്ള സൂട്ട് കേസാണ്. അപ്പോൾ ബൈജത് കേട്ട വഴിക്ക് തന്നെ ബൈസാബ് ആകെ ടെൻഷനായിപ്പോയി. കാരണം ഗ്രാമത്തിൽ നിന്ന് വന്നതല്ലേ, അതിൽ വളരെ സാധാരണമായ 2-3 സെറ്റ് ഡ്രസ്സേ ഉള്ളൂ, വേറെ ഒന്നുമില്ലായിരുന്നു. അപ്പം എന്നാലും പേടിച്ച് സൂട്ട് കേസും കൊണ്ട് വന്നു. അത് കൊടുത്തപ്പോൾ ദീദി പറഞ്ഞു ഇത് കൊണ്ട് സന്തരിക്ക് കൊടുത്തിട്ട് പോകുമെന്ന് പറഞ്ഞു. സന്തരി ദാദിയുടെ അടുത്ത് എത്തിയപ്പോൾ പറഞ്ഞു അതവിടെ വെച്ചോ, നീ പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്നറിയില്ലല്ലോ, അതവിടെ വെച്ചു. പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു എന്താ നീ സൂട്ട് കേസ് എടുത്ത് പൊക്കോളാൻ. അത് തുറന്ന് നോക്കിയപ്പോൾ അതിൽ 5-8 സെറ്റ് നല്ല വില പിടിച്ച സോട്ടും കൂട്ടൊക്കെ ആയിട്ടുള്ള ഫുൾ സെറ്റ് ഡ്രസ്സ്, പുതിയ ഡ്രസ്സ്. ഇത് കണ്ടപ്പോൾ ചോദിച്ചത് എന്തിനാണ് ദാദി എനിക്കിതൊക്കെ എന്തിനാ തന്നിരിക്കുന്നത്, ഞാൻ ഗ്രാമത്തിലേക്ക് പോവല്ലേ. അപ്പോൾ പറഞ്ഞു നീ ഇത് കൊണ്ടുപോയിട്ട് ഡെയിലി പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് ഗ്രാമത്തിലൊക്കെ ചുറ്റിക്കറങ്ങണം, നിനക്ക് സറണ്ടർ ആവാൻ വേഗം പെർമിഷൻ കിട്ടും. അപ്പം എന്താ കാരണം എന്ന് വെച്ചാൽ നിൻ്റെ ആശ്രമക്കാർ വലിയ പണക്കാരാന്ന് വിചാരിക്കും. അപ്പോൾ ഇതുമായി ഡ്രസ്സൊക്കെ ഇട്ട് കറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് വേഗം പെർമിഷൻ കിട്ടും സറണ്ടർ ആവാൻ. ഇങ്ങനെ അത്രയും സ്നേഹവും ശ്രദ്ധയും ദാദി ബായ്സാബിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. तो जब मैं 1 महीने के बाद 1 महीना रहा था 71 में, तो मैं लेके गया अटैची। लेकिन वो जब कपड़े थे ना बहुत बड़े बड़े थे, हमारे साइज के नहीं थे। और दादी ने कहा था तुम कटवा करके पहनना। मैंने कहा नहीं हम इतना महंगे कपड़े नहीं पहनेंगे गाँव में। तो मैं जैसी थी अटैची ऐसी रखी, 1 आधी ड्रेस पहनी होगी और फिर वापस ले आया। जब 72 में आया तो सारे कपड़े लेके आया, दादी को दिया। दादी ये सारे कपड़े मैं नहीं पहन पाऊँगा, ये बहुत बड़े हैं, और क्या कहूँ बड़े हैं। अरे तुम इसको छोटा करा के पहनो, तुम ही पहनना, अब वापस नहीं करो। तो पालना के वो संस्कार थे, माँ के रूप में हर चीज़ का ध्यान रखना, क्या चाहिए, क्या इसको ज़रूरत है। ऐसे नहीं बेगरी पार्ट है तो कुछ नहीं मिलेगा, सब बातों का एक चीज़ का ध्यान, कहाँ से लाएगा, क्या चाहिए इसको, किस चीज़ की ज़रूरत है। तो संतरी दादी पूरा स्टोर संभालती थी, सारा सामान संभालती थी और हम लोगों को माँ की तरह पालना देती थी. ഓം ശാന്തി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. ബായ്സാബ് എന്ത് ചെയ്തു, ഗ്രാമത്തിലേക്ക് സൂട്ട് കേസ് കൊണ്ടുപോയെങ്കിലും ഡ്രസ്സൊക്കെ ഭയങ്കര ലെങ്തി ഡ്രസ്സായിരുന്നു, അത്ര വലിയ ഡ്രസ്സായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴേ പറഞ്ഞിരുന്നു നിനക്ക് വലുതാണ്, നിന്നെ സൈസാക്കിയിട്ട് നീട്ട് നടന്നോളാൻ. പക്ഷെ ഒരു ഡ്രസ്സ് പോലും ഉപയോഗിച്ചില്ല. 1 മാസം കഴിയുമ്പോഴേക്കും ആ സൂട്ട് കേസ് 1 മാസമല്ലേ, ഒരു ഡ്രസ്സ് മാത്രം ഉപയോഗിച്ചു, ബാക്കി ആ സൂട്ട് കേസിലെ ഫുൾ ഡ്രസ്സ് സഹിതം തിരിച്ചു വന്നു. എന്നിട്ട് ദാദിയോട് പറഞ്ഞു ദാദി ഇതൊക്കെ വലിയ ഡ്രസ്സുകളാണ്, അതുകൊണ്ട് അതെനിക്ക് പറ്റില്ല എന്നുകൊണ്ട് തിരിച്ചു കൊടുത്തു. വേറെ എന്ത് പറയാൻ പറ്റും. പക്ഷെ ബഗരി പാർട്ടിൻ്റെ കാലഘട്ടമാണ്.
എന്നാൽ പോലും സന്ദരി ദാദി അത്രയും സ്നേഹത്തോടെ എന്തൊക്കെ കാര്യങ്ങൾ ഭണ്ഡാരിയുടെ ഫുൾ ചാർജ്, സ്റ്റോറിൻ്റെ ഫുൾ ചാർജ് സന്ദരി ദാദിക്കായിരുന്നു. എങ്കിലും ഇവർക്ക് എന്തൊക്കെ വേണം, ഒരമ്മ മക്കളെ നോക്കും പോലെ ഇവർക്ക് ഏത് ഡ്രസ്സാണ് വേണ്ടത്, എന്ത് സാധനമാണ് വേണ്ടതെന്നൊക്കെ നോക്കി നിറച്ചു കൊടുക്കുമായിരുന്നു. അത്ര സ്നേഹവാളിനോട് കൂടി നോക്കി വളർത്തിയിട്ടുണ്ട് ഇവരെല്ലാ ബ്രാഹ്മണരെയും, അന്ന് തന്നെ ബായിമാരെ. ഓം ശാന്തി. और भी कई ऐसे संदेशी के पाठ चले उनके द्वारा, क्योंकि कोई भी सेवा, कोई भी कार्य जब बाबा के पास हो जाती थी, खाली हाथ नहीं जाते थे, भोग जरूर चाहिए, कुछ न कुछ चाहिए। तो एक दिन अचानक ही बाबा ने कहा, जाओ बच्ची, अभी जाओ, पूछ के आओ। कुछ था नहीं सामने। कहा, मैं खाली हाथ नहीं जाऊंगी, बाबा के पास कुछ चाहिए। तो इलायची और लौंग भंडारे से एक डब्बी में भर करके दिया कि आप ले जाओ बाबा के पास, भोग करो, लगाओ। और वो ट्रांस में गई, बाबा आ गए। और आने के बाद बाबा ने सभी को दृष्टि दी क्लास में। दृष्टि देने के बाद बाबा ने कहा, बच्चों को बुलाओ, बाबा टोली देगा, ना कुछ देगा। था क्या, लौंग और इलायची सामने थी। तो कोई बहन आई कि बाबा के हाथ में मैं दे दूंगा। बाबा ने कहा, नहीं, तुमको नहीं देना है। बाबा ऐसे आंख बंद और ऐसे निकालता गया और देता गया, सबको दिया। बादाम वो मिली टोली, और बाद में जब ट्रांस में गई तो उतनी टोली वहाँ थी। ऐसे भी चमत्कार दिखाई दिए, कहाँ से बाबा के हाथ में टोली आती गई और सबको देता गया, और जो सामने रखा था उतना ही था। तो ऐसी संदेशी थी जो एकदम राइट समय पर टचिंग आना, राइट पालना देना, और रोज 2 बजे ट्रांस में जाना, रोज। तो क्या हुआ, लास्ट में मधुबन आई थी, कलकत्ता में बाबा ने भेज दिया था दादी ने। तो एक शाम के समय दूसरे दिन जाना था, तो रात को 8:30 बजे के बाद मेरे को किसी को भेजा, राजू को बुला लो। तो मैं आया दादी के पास। दादी कहती, तेरे पास कितना माल खजाना है। ये ज्ञान रत्नों को माल खजाना बोलती थी। जाओ, तुम जितना है अभी ले आओ, मुरली ले आओ, क्लासेज ले आओ, प्रश्न उत्तर ले आओ, तुम्हारे पास जो है ले आओ। हमने कहा, दादी कल दे देंगे ना, कल जाओगी आप। ऐसे कहा, नहीं, अभी जाओ। अब 8:30-9 बजा था रात का। दादी कह रही है, मैं ना नहीं करता था, फिर भी मैं गया, कुछ कंप्यूटर से निकाला, कुछ फोटोकॉपी किया, कुछ करके एक अच्छा सा लिफाफा प्रश्न उत्तर का, क्लासेस का, मुरली का बना करके रात को 10 बजे दादी के हाथ में दिया। लिया, बड़ी खुशी से लिया, और लेने के बाद उसको अटैची में रख दिया। सुबह 2 बजे बाबा की गोदी में चली, पता ही नहीं चला कहाँ गई। जो उसकी साथ में बहन थी ना, वो सोची दादी ट्रांस में गई है। आज 1 घंटा हो गया, 2 घंटा हो गया, आ ही नहीं रही, कहाँ चली गई। फिर हिलाया तो देखा ही नहीं, चली गई शरीर छोड़ करके मधुबन में, कोई को पता ही नहीं चला। ऐसा उनका पाठ था. സന്ദരി ദാദി വളരെ സരളായിരുന്നു. അപ്പോൾ ദാദീനെ എപ്പോൾ വേണമെങ്കിലും ബദലിൽ പോകാൻ പറയാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ബാബ പറഞ്ഞു, ബച്ചി നീ പോയി ബാബയോട് പോയി സംസാരിച്ചിട്ട് വരാൻ, സന്ദേശം ബാബയുടെ അടുത്ത് പോയിട്ട് വരണം. അപ്പം വെറും കാലിക്കയ്യാലെ ബാബ അടുത്ത് ഒരിക്കലും പോവില്ല. അന്ന് പെട്ടെന്ന് പോകേണ്ടി വന്നത് കൊണ്ട് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഭോഗ് കൊണ്ടുപോകാനായിട്ട് ഭോഗില്ലല്ലോ. അപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബദാമും പിന്നെ ഏലക്കയും കൽക്കണ്ടവും അതാണ് ബാബയുടെ മുന്നിൽ ഭോഗമായിട്ട് വെച്ചത്. പിന്നെ ഭോഗം കൊണ്ട് സന്ദരി ദാദി മുകളിൽ പോയി, താഴെ ബാബ വന്നു. എല്ലാം കഴിഞ്ഞു. ബാബ പറഞ്ഞു, എല്ലാവർക്കും എനിക്ക് ടോളി കൊടുക്കണം. അപ്പം എന്താ കൊടുക്കുക? ചെറിയൊരു ബോക്സിൽ കുറച്ച് ഇത്രയല്ലേ ഉള്ളൂ. അപ്പം അടുത്തുള്ള സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ഞാനിത് തുറന്നിട്ട് എല്ലാം തരാൻ കൊടുക്കാമെന്ന്. ബാബ പറഞ്ഞു, വേണ്ട, ഞാൻ തന്നെ കൊടുത്തോളാം. അങ്ങനെ ആ ബോക്സ് തുറന്ന് അവിടെ എത്ര ആളുണ്ടായിരുന്നോ എല്ലാവർക്കും ബാബ കണ്ണടച്ച് അതിൽ നിന്ന് ഓരോന്നോരോന്ന് കൊടുത്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ബാബ പോയി. ബാബ പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ എത്രയാണോ ഭോഗ് വെച്ചിരുന്നത് അത്ര സാധനങ്ങൾ നിറച്ച് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇത്രയാൾക്ക് ബാബ എങ്ങനെ കൊടുത്തു, എവിടെ നിന്ന് കൊടുത്തു? അത്രയും ക്ലിയർ ആയിട്ട് ഭഗവാന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രഥമായിരുന്നു സന്ദരി ദാദി. സന്ദരി ദാദി ഡെയിലി പുലർച്ചെ 2 മണിക്ക് ട്രാൻസിൽ പോകുമായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം കൽക്കത്തയിൽ നിന്ന് വന്ന് പിറ്റേ ദിവസം തിരിച്ച് റിട്ടേൺ ജേണിയാണ്. രാത്രി 8:30 രാജുഭായിനെ വിളിച്ചു. രാജുഭായിനെ വിളിക്കുക, എനിക്ക് കാണണം രാജുവിനെ എന്ന് പറഞ്ഞു. അങ്ങനെ രാജുഭായി വന്നു. അപ്പോൾ പറഞ്ഞു, നിൻ്റെ കയ്യിൽ എന്തൊക്കെ സാധനം ഉണ്ടോ ഒക്കെ എനിക്ക് വേണം എന്ന്.
സാധനം പറഞ്ഞാൽ മുരളി ക്ലാസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നാളെയല്ലേ ദാദി പോകുന്നുള്ളൂ, നാളെ ആകുമ്പോഴേക്കും ഞാൻ തരാമെന്ന് പറഞ്ഞു. പറ്റില്ല, എനിക്ക് ഇപ്പം തന്നെ വേണം പറഞ്ഞു. അപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്തു, ഫോട്ടോ കോപ്പി എടുത്തു, അങ്ങനെ CD-യും അതുപോലെ മുരളിയും ഒക്കെ മാക്സിമാക്കി നല്ല കവറിലാക്കി കൊണ്ടുവന്ന് രാത്രി 10 മണിയായി ദാദിയുടെ അടുത്ത് എത്തിയപ്പോൾ. ദാദി അത് കണ്ട് ഭയങ്കര സന്തോഷിച്ചു. അതൊക്കെ വാങ്ങി സൂട്ട് കേസിൽ വെച്ചു. ഏർലി മോർണിംഗ് 2 മണിക്ക് ദാദി ട്രാൻസിൽ പോയി. കൂടെയുള്ള സിസ്റ്റർ വിചാരിച്ചു ട്രാൻസിൽ പോയിരിക്കുകയാണെന്ന്. ദാദി ബാബയുടെ അടുത്തേക്ക് പറന്നു പോയതായിരുന്നു. അത് കഴിഞ്ഞ് 2:30 2:45 ഒരു അനക്കമില്ല. അവസാനം നോക്കുമ്പോൾ ആത്മ പറന്നു പോയിരിക്കുന്നു. പിന്നെ തിരിച്ചു വന്നില്ല. അങ്ങനെയാണ് ദാദി അത്രയും സരളമായി ശരീരത്തു നിന്നും പറന്നുപോയി. सरल बनोगे तो सरलता से शरीर छूटेगा, टाइट हो गए तो टाइट शरीर छूटेगा. സരളമായ നമുക്ക് സരളമായി ഇതിൽ നിന്നും പറന്നു പോകാം, ടൈറ്റായ ഇതിൽ നിന്ന് പോകുമ്പോഴും ടൈറ്റ് ആവും. ऐसी एक संदेशी और सरल स्वभाव जिनका होता है वही राइट संदेश होता है. जिनके बुद्धि में कुछ बहुत सारी बातें होती है ना, संदेश राइट नहीं होता, उनका मिक्स हो जाता है. उनके ब्रेन की बातें उसमें मिक्स हो जाती है. സരള സ്വഭാവമുള്ളവരുടെ സന്ദേശമാണ് സരളമായിരിക്കുക. ടൈറ്റായവരുടെ സ്വഭാവം കുറച്ച് മിക്സിങ് വരും. കാരണം അവരുടെ ബ്രെയിനിൽ എന്തെല്ലാം കാര്യമുണ്ടോ സന്ദേശം കണ്ടു പറയുമ്പോൾ അതും അതിൽ കലർന്നു പോകും. तो वो एक दूसरी दीदी दादी थी, जो दीदी की लौकिक बहन थी. उसका नाम था सील इंदिरा दादी. सील इंदिरा दादी. उनको बाबा और हम सभी कहते थे बॉम्बे का गवर्नर. बॉम्बे की सेंटर गामदेवी सेंटर की वो इंचार्ज थी, जोन इंचार्ज भी बनी. और वो रमेश भाई उसको बहुत यूज करते थे, बहुत. माना रमेश जी ये थे ना हमारे चार्टेड अकाउंटेंट. कोई भी सेंटर बनाना हो, कहीं भी मकान लेना हो, कोई भी प्रॉपर्टी खरीद करनी हो, सील दादी जाओ बाबा के पास, कहीं पर बिठा दे, जाओ बाबा से पूछो ये राइट है, लेना है या नहीं लेना है, हाँ या ना, हाँ या ना. और सील दादी इतना रमेश भाई कहे और सील दादी चली जाए ट्रांस में और सब संदेश लेके आती. जितने मकान उस समय लिए गए वो सब रमेश भाई बाबा से डायरेक्ट पूछता था. और एक बार अचानक कहा सील इंदिरा को, सील इंदिरा, क्योंकि रमेश भाई को पता चल गया था कि मम्मा का जो रहने का समय है वो केवल 1-2 महीना है. डॉक्टर ने जवाब दे दिया था. और रमेश भाई की बहन थी डॉक्टर अनिला. उसी को डॉक्टर ने बताया था कि आपको बताना है तो बताना, उनका कैंसर फैल चुका है और केवल 1 महीना ये जीवित रह सकेंगी, ज़्यादा नहीं. और रमेश भाई को पता चल गया. और रमेश भाई सोचे बाबा को बताऊं या ना बताऊं, कि मम्मा को बताऊं या नहीं बताऊं. तो रमेश भाई ने कहा कि मुझे अभी अभी जाओ और बाबा को बुलाओ. क्या बात है, क्यों बाबा को बुलाना है? तो मेरे को संदेश बता, मैं पूछ के आऊँगी. संदेश नहीं बताऊँगा, बाबा को हमारा याद देना. और बोला रमेश ने बुलाया है. समझे नहीं क्यों बाबा, आज बाबा को क्यों बुलाता है ये? संदेश बताए? बोला नहीं, संदेश नहीं बताना मुझे, किसी को कुछ नहीं बताना, अब बाबा को बुलाओ. बाबा को बोलना रमेश याद करता है. अब संदेश गई और बाबा आए सील इंदिरा दादी में. और बाबा को बताया कि बाबा डॉक्टर ने मम्मा के लिए ऐसे ऐसे बोल दिया है, मैं बताऊं मम्मा को या नहीं बताऊं? बाबा ने कहा अरे बच्ची शक्ति है, शिव शक्ति है, जरूर बताना उसको, डरना क्यों, बता दो उसको. लेकिन और कोई को नहीं बताना. मम्मा को बता दो लेकिन और कोई को नहीं बताना. अब सील इंदिरा दादी में बाबा आए और रमेश भाई ने बाबा से पूछ लिया और फिर बाबा चले गए. फिर सील इंदिरा दादी आई, कहती तुमने क्या बात किया मुझे बताओ. नहीं बताऊंगा, मुझे जो पूछना था मैंने पूछ लिया. अब रमेश भाई को डेट तक पता चल गई थी कि मम्मा शरीर छोड़ने वाली है. लेकिन बाबा से उसने कहा कि बाबा जिस दिन संस्कार हो मैं मम्मा के सामने होना चाहिए. बाबा ठीक है बच्चे. सील इंदिरा दादी के द्वारा संदेश लिया, बाबा को, मम्मा को बाबा को बताया. और जब शरीर छूटना था तो बाबा के पास रमेश भाई बॉम्बे से पहुंच गए और अंतिम संस्कार में भाग लिया. ऐसे बहुत सारे पार्ट संदेशियों के द्वारा चले हैं जिससे यज्ञ का फाउंडेशन जो है बहुत मजबूत हुआ है.
ये बहुत राइट क्लियर कनेक्शन परमात्मा के साथ, डायरेक्ट कनेक्शन। तो शील इंदिरा दादी ने बहुत सारे ऐसे पार्ट बजाए जो बाबा उनके द्वारा पार्ट बजा, बहुत सरल, वो भी इतनी सरल। उनके साथ मुझे टूर करने को मिला है, उनके सेंटर पर रहा भी हूँ। तो शील इंदिरा दादी का भी बहुत वंडरफुल पार्ट था। कुमारी थी, दीदी की छोटी बहन थी। अच्छा, ദീദിയുടെയാണ് പ്രകാശ് മണി? दीदी मनमोहिनी की छोटी ദീദി बहन। മൻമോഹൻ. अच्छा, വേറൊരു സന്ദേശി क्वीन ഉണ്ടായിരുന്നു. मदर 3 जने, क्वीन माँ, लौकिक माँ, दीदी बड़ी बहन और शील इंदिरा छोटी बहन। तीनों बहनें घर से निकली थी और बहुत धनाढ्य परिवार की, बहुत बड़े पैसे वालों की थी। और उनके आने से बहुत हंगामा हुआ था, लेकिन वो बहुत नंबर 1 आत्मा निकली। ഇതുപോലെ തന്നെ മറ്റൊരു സരളമായിരുന്ന ബാബയുടെ സന്ദേശിയാണ് ശീലീന്ദ്ര ദാദി. ശീലീന്ദ്ര ദാദി ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് ബോംബെയിലത്തെ ഗവർണർ എന്നാ പറഞ്ഞിരുന്നത്. ഗാംദേവി സെന്ററിന്റെ ഇൻചാർജ് ആയിരുന്നു, സോണൽ ഇൻചാർജ് ആയിരുന്നു ആ സമയത്തെ. അവരും വലിയ സന്ദേശിയായിരുന്നു. ശീലീന്ദ്ര ദാദി ദീദി മൻമോഹിനിയുടെ അനിയത്തിയായിരുന്നു. അവരുടെ അമ്മ ക്വീൻ മദർ എന്ന് അറിഞ്ഞിരുന്ന വലിയ ധനാഢ്യ കുടുംബത്തിലെ 3 അമ്മമാർ, ഇവർ കന്യകമാർ 2 പേരും. ശീലീന്ദ്ര ദാദി കന്യകയായിരുന്നു. അവർ വീട്ടിൽ നിന്ന് വന്നപ്പോൾ വലിയ പ്രോബ്ലങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു യജ്ഞത്തിൽ ആ കാലഘട്ടത്തിൽ. ശീലീന്ദ്ര ദാദി സന്ദേശിയായിരുന്നു. എല്ലാവർക്കും ആദ്യകാലത്തുള്ളവർക്ക് അറിയാം, രമേഷ് ഭായി നമ്മുടെ യജ്ഞത്തിൻ്റെ എല്ലാ കണക്കുകളും നോക്കിയിരുന്ന CA രമേഷ് ഭായ്. ഭായ് സാബിൻ്റെ കണക്ഷനിലാണ് എല്ലാ പ്രോപ്പർട്ടിയും നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ഏത് പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിലും ബാബയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ വാങ്ങുള്ളൂ. അപ്പം എന്ത് പ്രോപ്പർട്ടി വാങ്ങണോ ബാബ രമേഷ് ഭായ് പറഞ്ഞ് ശീലേന്ദ്ര ദാദിയോട് നീ പോയിട്ട് ചോദിച്ചിട്ട് വാ, ആ പ്രോപ്പർട്ടി എടുക്കണോ വേണ്ടേ, എല്ലാ കാര്യങ്ങൾക്കും നേരെ പോയി ചോദിച്ച് ബാബയുടെ പെർമിഷൻ പ്രകാരമാണ് യജ്ഞത്തിലെ എല്ലാ പ്രോപ്പർട്ടിയും വാങ്ങാറുള്ളത്. അന്നൊരു പ്രാവശ്യം മമ്മയുടെ കാര്യമായിരുന്നു. മമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. മമ്മയുടെ അന്തിമ സമയങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രമേഷ് ഭായിയുടെ പെങ്ങള്, അവരും ബാബയുടെ ആയിരുന്നു, ഒരു ഡോക്ടറായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇനി 1 മാസ കാലഘട്ടം മാത്രമേ മമ്മ ജീവിച്ചിരിക്കുള്ളൂ, ക്യാൻസർ അത്രയധികം പടർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന്. അപ്പോൾ ഇത് ആരോട് പറയാൻ പറ്റും, എങ്ങനെ പറയാൻ പറ്റും? ഒന്നും ആരോടും പറയാൻ പറ്റാത്തൊരു സംഗതി. ബാബോട് പോലും പറയണമെന്ന് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്തു, ബാബോട് നേരിട്ട് ശിവബാബോട് ചോദിക്കണം. ശീലേന്ദ്ര ദാദിയോട് പറഞ്ഞു നീ സന്ദേശി പോയിട്ട് നീ ബാബേനെ വിളിച്ചുകൊണ്ട് വാന്നു. അപ്പോൾ പറഞ്ഞു ബാബോട് എന്താ പറയേണ്ടതെന്ന് നീ പറയുന്നു പറഞ്ഞു. ഇല്ലെങ്കിൽ നിന്നോട് പറയാൻ പറ്റില്ല, നേരെ ബാബോട് സംസാരിക്കണം. എത്ര പറഞ്ഞിട്ട് വേണം പറയാൻ പറ്റില്ല, എനിക്കിത് ബാബോടേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ അനുസരിക്കും. രമേഷ് ഭായി എന്ത് പറയുന്നു അതങ്ങനെ ശീലേന്ദ്ര ദാദി അനുസരിക്കും. ശീലേന്ദ്ര ദാദി സന്ദേശിയായിട്ട് പോയി തിരിച്ച് ശിവബാബ ശൈലത്തിൽ വന്നു. ആ ബാബോട് രമേഷ് ഭായ് സംസാരിച്ചു. ഇങ്ങനെയാണല്ലോ മമ്മയുടെ അവസ്ഥ, എന്താ ചെയ്യേണ്ടത്, മമ്മോട് പറയണോന്ന്. അപ്പോൾ പറഞ്ഞു ആ മമ്മ ശിവശക്തിയാണ്, നീ പറഞ്ഞു മമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ വേറെ ആരോടും ഈ കാര്യം അറിയിക്കരുത്. പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞു, ഏത് നിമിഷമാണോ അമ്മ ശരീരം വിടുന്നത് ആ സമയത്ത് ഞാൻ ഉണ്ടായിരിക്കണം, അന്തിമ സംസ്കാരം എനിക്ക് തന്നെ ചെയ്യണം, ആ സംസ്കാരം ഇനി പങ്കെടുക്കണം എന്ന് രമേഷ് ഭായ് റിക്വസ്റ്റ് ചെയ്തു ബാബോട്. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ മമ്മോട് മാത്രമേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം എപ്പോഴാണോ മമ്മ ശരീരം വിടുന്ന ആ ഡേറ്റ് പോലും രമേഷ് ഭായിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ആ ഡേറ്റിൽ രമേഷ് ഭായ് എത്തിച്ചേർന്നു, അന്തിമ സംസ്കാരത്തിൽ പങ്കെടുത്തു, കാര്യങ്ങളെല്ലാത്തിലും പങ്കെടുത്തു. ഇങ്ങനെ യജ്ഞത്തിൽ ഒരുപാട് കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി യജ്ഞത്തിൻ്റെ ഫൗണ്ടേഷനായി നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള സന്ദേശികളിലൂടെ കാര്യങ്ങൾ നടക്കുമായിരുന്നു. ഇതൊന്നും പലർക്കും അറിയുന്നേയില്ല. അച്ഛാ, बड़े स्वेज किए, बहुत मौजे किया है मधुबन में हम लोगों ने, देखा है बहुत कुछ। तो एक बार दीदी थी ना, बहुत रमणीक थी, बहुत रमणीक, बहुत पावरफुल योगी भी थी, लेकिन रमणीकता बहुत थी। तो एक दिन कहती है मुझे श्री नारायण और श्री लक्ष्मी कैसे पार्ट बजाते हैं सतियों के अंदर, उनकी रॉयल्टी क्या होती है, उनकी पर्सनैलिटी क्या होती है, हमें साकार में देखना है। तो मधुबन को छोटे हाल को सजाया गया, स्वर्ग बनाया गया और स्वर्ग के अंदर 2 गद्दी लगाई गई। एक पर शील इंदिरा दादी को श्री नारायण की ड्रेस पहनाई गई और संतरी दादी को श्री लक्ष्मी की बनाई गई और बोला अभी तुम दोनों संदेशियां जाओ और एक में श्री नारायण को बुलाओ और एक में श्री लक्ष्मी को बुलाओ, माना उनके संपूर्ण संस्कारों को इमर्ज करो। तो वो गई, दोनों ट्रांस में एक साथ गई और एक में श्री नारायण की आत्मा और एक में श्री लक्ष्मी की आत्मा के संस्कार इमर्ज हुए।
फिर दीदी ने उनके साथ सब प्रकार से एक दूसरे को भोग खिलाओ, कैसे खिलाएंगे, एक दूसरे को दृष्टि कैसे देंगे, चलेंगे कैसे, चल के दिखाओ, देवताओं की रायल चलन क्या होगी, देवताओं की दृष्टि क्या होगी, देवताओं की बोलचाल की भाषा क्या होगी। बहुत अच्छी तरह से 1-2 घंटे का पाठ चला और दीदी ने 56 प्रकार के भोग बनवाए। ये स्वयं चलते थे मधुबन में शुरू में, सब प्रकार से देवताई सभा लगाई, जैसे देवताएं बीच में। वो देवताओं की सभा में कोई काली ड्रेस वाला नहीं बैठ सकता था, ऐसे इसको निकालो बाहर। बहुत राय संस्कार। तो बाबा हम बच्चों को सब कुछ सिखाता है, देवता बनना है ना। പിന്നെ വേറെ വളരെ വണ്ടർഫുള്ളായ പല പല പാർട്ടുകളും ആ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. ദിതി മൻമോഹിനിക്ക് ഭയങ്കര ശക്തമായ ആഗ്രഹം എങ്ങനെയാണ് സത്യോദയ ലക്ഷ്മി നാരായണൻ ഉണ്ടാവുക എന്നുള്ളത് സാകാരത്തിൽ ഈ ഭൂമിയിൽ നേരിട്ട് കണ്ണുകൾ കൊണ്ട് കാണണം. അങ്ങനെ ദീദി തൻ്റെ സങ്കല്പം വെച്ചു. ചെറിയ ചോട്ടെ ഹാൾ അതിനുവേണ്ടി അലങ്കരിച്ചു, സ്വർഗം പോലെ അലങ്കരിച്ചു. 2 ചെയർ വെച്ചു, 2 സിംഹാസനം. ഒന്നിൽ സന്ദ്രിദാദീനിരുത്തി, ഒന്നിൽ ശീലേന്ദ്രദാദീനിരുത്തി. ഒരാളിൽ നാരായണൻ്റെ സംസ്കാരം പൂർണ്ണമായി ഉണർന്നു, ഒരാളിൽ പൂർണ്ണമായിട്ട് ലക്ഷ്മിയുടെ സംസ്കാരവും ഉണർന്നു. എങ്ങനെയാണ് പരസ്പരം കഴിപ്പിക്കുക, എങ്ങനെയാണ് നടക്കുക, എങ്ങനെയാണ് ദൃഷ്ടി കൊടുക്കുക, ദേവത എങ്ങനെയൊക്കെ ആയിരിക്കുന്നത് പൂർണ്ണമായി സാകാരത്തിൽ ദീദി ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ദീദി വന്ന സമയത്ത്, ലക്ഷ്മി നാരായണനെ വിളിച്ച സമയത്ത് 56 വിഭവങ്ങൾ മധുബനത്തിൽ ഉണ്ടാക്കി. അതെങ്ങനെയാണ് കഴിക്കുക, ആ സഭ എങ്ങനെയായിരിക്കണം. പക്ഷെ ആ സഭയിലൊരു വിശേഷതയുണ്ട്, കറുത്ത വസ്ത്രമുള്ള ആർക്കും അതിലേക്ക് എൻട്രി ഇല്ലായിരുന്നു. കറുത്ത വസ്ത്രമുള്ളവരോട് പറയും പുറത്തു പോകുമെന്ന് പറയും, കറുത്തുള്ള വസ്ത്രമുള്ള ആരെയും ആ സഭയിലേക്ക് എൻട്രി പോലും ചെയ്യില്ല. അപ്പോൾ ആരും കറുപ്പിടണ്ട കേട്ടോ. तो ये शैलेंद्रा दादी और संतरी दादी की कहानी सुनाई। शैलेंद्रा दादी का और भी बहुत सारे संदेश आते थे। एक बार भोग लगाने के लिए बिठाया पांडव भवन में, संदेश सुना के कहती है, मधुबन वाले ध्यान नहीं देते हैं, क्या क्या नुकसान होता है। तो बड़ी दादी को बड़ा ध्यान रहता था, क्या बोलती हो, क्या है। बोली चलो मेरे साथ, और ले गई जहाँ डीजल रखा था। कहती है देखो तुम लोग ऊपर से डीजल भरते हो ना, ये नीचे से लीक कर रहा है। बाबा ने मेरे को वतन में दिखाया है, वतन में जाके देख के ये डीजल लीक हो रहा है। और दादी को साथ लेकर के गई और कहती आप लोग ऊपर से डालते जाते हो और नीचे से निकल रहा है, आप इसको उठाओ। और सचमुच उसमें लीक था। मना चरा चरा की बात बाबा अपने यज्ञ की गाइड करता रहा। अभी भी सोचते हैं लोग कि गाइड नहीं करेगा, बाबा चला गया, कहीं गया है क्या। इतना बड़ा बाबा का यज्ञ है, इतना बड़ा विस्तार हो रहा है, भले साकार में कुछ नहीं दिखाई देता है, लेकिन बाबा अपने यज्ञ को छोड़ सकता है क्या। अभी भी उसकी छत्र छाया है, अभी भी बच्चों को गाइड करता है, कुछ गलत नहीं होने देगा। इसलिए हमें कभी कोई प्रश्न नहीं उठाना, ऐसा हो रहा है, वैसा हो रहा है, ये हो रहा, वो हो रहा। बाबा कहता है चुप, कुछ नहीं बोलो, सब बाबा जानता है। बाबा बैठा है, वो यज्ञ रक्षक है, वो यज्ञ पिता है। जब तक यज्ञ की स्थापना का कार्य संपन्न नहीं हुआ है, तब तक बाप दादा बच्चों के बीच में है। भले साकार में ना आए, लेकिन वापस नहीं जाएगा, टचिंग करेगा, गाइड करेगा, रक्षा करेगा। സന്ദേശിമാരിലൂടെ ബാബ ഒരുപാട് കാര്യങ്ങൾ, യജ്ഞത്തിലെ കാര്യങ്ങൾ ചെയ്യിക്കുമായിരുന്നു. ഒരു പ്രാവശ്യം ശീലേന്ദ്രദാദിയിലൂടെ ഒരുപാട് സന്ദേശം വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ശീലേന്ദ്രദാദി ഭോഗ് വെച്ച് വന്നതിന് ശേഷം ബാബ സന്ദേശം കൊടുത്ത് എന്തായെന്ന് അറിയും, മധുബൻ വാസികൾ യജ്ഞത്തെ സംരക്ഷിക്കുന്നത് പോരാ. ഇത് കേട്ടപ്പോൾ യജ്ഞം സംരക്ഷിക്കുന്നു, നീ പോയി കാണിച്ചതാ ഇവിടെ എന്താ കുഴപ്പമുള്ളത്. അപ്പോൾ ശീലേന്ദ്രദാദി കൂട്ടിക്കൊണ്ടുപോയി ദാദീനെ ഡീസൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, മോളിന്ന് ഡീസൽ എടുക്കും, താഴെ ലീക്കാവുണ്ടായിരുന്നു. ലീക്കായി പോകുന്നത് കാണിച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു ഇവിടെ നിങ്ങൾ മുകളിൽ നിന്ന് എടുക്കുന്നു, ഇവിടെ പെട്ടെന്ന് നോക്കുമ്പോൾ ലീക്ക് കാണില്ല. പക്ഷെ വദനത്തിൽ ബാബ സന്ദേശി പോയ സമയത്ത് ഡീസൽ ലീക്കായി പോകുന്നത് കാണിച്ചു കൊടുത്തു. അപ്പം യജ്ഞത്തിൻ്റെ ഓരോരോ കാര്യങ്ങളും എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളത് അതുകൂടി ബാബ അവ്യക്തമായെങ്കിൽ പോലും നോക്കുമായിരുന്നു. ഇപ്പോഴും യജ്ഞം ഇത്രയും വലുതായി, എല്ലാവരും വിചാരിക്കും ആരും കാണുന്നില്ലല്ലോ, ആരും നോക്കുന്നില്ലല്ലോ എന്ന്. ഇത് ബാബയുടെ യജ്ഞാണ്. അന്തിമ നിമിഷം വരെയും ബാബ തന്നെ ഇതിനെ സംരക്ഷിക്കും. നമ്മൾ ആരും കണ്ടില്ലെങ്കിലും
ബാബ മുകളിലിരുന്നെല്ലാം കാണുന്നുണ്ടാവും. ബാബയാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത്, ബാബയാണ് ഇതിൻ്റെ രക്ഷകൻ. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊരു ചോദ്യം ചോദിക്കരുത്. എന്തെങ്കിലും സീൻ നടക്കുമ്പോൾ ബാബ പറയും ചുപ്, ഇതിൻ്റെ ഉത്തരാധികാരി ബാബയാണ്, ഇതിൻ്റെ രക്ഷകൻ ബാബയാണ്, ബാബയ്ക്ക് എല്ലാം അറിയാം, ബാബയാണ് മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് യജ്ഞം എന്നും ബാബയുടെയാണ്. അന്തിമമായി സമ്പന്നായി പോകുന്നത് വരെയും ബാബ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ബാബയാണ് നമ്മളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും. इसलिए हम तो मधुबन में रहते हुए कभी भी हलचल में नहीं आते. क्यों, क्या, कैसे, हम क्यों करें? बड़ा बैठा है, हम क्यों चिंता करें? भगवान बैठा है, बाबा बैठा है. എന്തുകൊണ്ടെന്നൊരു ഹൽച്ചൽ ഒരിക്കലും വരാറില്ല. കാരണം ബാബ കൂടെയുണ്ട്. പിന്നെ നമ്മൾ എന്തിനു ചിന്തിക്കണം? कई लोग अपने को बड़ा समझने लगते हैं. कोई नहीं है, कोई देखने वाला नहीं है, कोई धनी नहीं है, ऐसे हो रहा है, ऐसे हो रहा है, ऐसे हो रहा है. उनको पता ही नहीं है किसका यज्ञ है, कौन इसका रक्षक है, कौन रखवाला है. बैठा है पीछे से, आज नहीं तो कल ठीक कर लेगा. लेकिन जब माँ बाप रिटायर हो जाते हैं, बड़े हो जाते हैं, तो वानप्रस्थ होकर के बच्चों का खेल देखते हैं. बच्चे कैसे चलाते हैं यज्ञ को. പലവരും പറയാറുണ്ട് പല പല കാര്യങ്ങളും യജ്ഞത്തിൽ. ചിലർക്ക് വിചാരം വന്നിട്ട് ഞങ്ങൾ വലുതായി, ഇപ്പം ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല, നാഥനൊന്നുമില്ല ഇപ്പം ആരും, അങ്ങനെയൊക്കെ പലരും വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇത് യജ്ഞത്തിൻ്റെ അന്തിമം വരെ സംരക്ഷണം ബാബ തന്നെ ചെയ്യും, ബാബ തന്നെ നടത്തിക്കൊണ്ടുപോകും. എങ്ങനെയാണോ അച്ഛനമ്മയും റിട്ടയറായി കഴിഞ്ഞ് മക്കൾ വലുതായി കഴിയുമ്പോൾ മക്കൾ എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്ന് തമാശയായിട്ട് അച്ഛനമ്മയും നോക്കില്ലേ, അതുപോലെയാണ് ബാബ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കണ്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കണമെന്നേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ രക്ഷകൻ ഇപ്പോഴും ബാബ തന്നെയാണ്. 2017 में बाबा का अव्यक्त पाठ 31 दिसंबर को, बच्चे ये लास्ट है, लास्ट वर्ष बोल दिया, अंतिम वर्ष. उसके बाद अव्यक्त बाबा का आना बंद हुआ. उसके बाद बच्चों का जन्म कितना हो रहा है. कोविड में कितने निकले. बाबा थोड़ी आ रहा था. 2021 में मैं एक दिन ऑनलाइन क्लास करा रहा था अमेरिका में, तो मेरे को वहाँ से आ रहा मैसेज कि आज आपकी क्लास में 90 लोग नए जुड़े हैं जो केवल कोविड में कोर्स करके बाबा के बच्चे बने हैं. विदेश में हजारों बच्चों ने जन्म लिया अव्यक्त बाबा के अव्यक्त पाठ के बाद. कैसे जन्म हो रहा है, कहाँ से आ रहे हैं, क्या अनुभव कर रहे हैं. आत्माएं नहीं कर रही हैं, वो खुद ऊपर से बैठ के चला रहा है, लेकिन उसको कोई देख नहीं पा रहा. इसलिए कहते पता नहीं अब क्या होगा, बाबा यहाँ चला गया, वहाँ चला गया. अरे अपना घर छोड़ के कहीं जाएगा क्या. 2017 ഡിസംബർ 21 അവ്യക്ത ബാബ്ദാദയുടെ ലാസ്റ്റ് അവ്യക്ത മഹാവാക്യം. അതിനുശേഷം അവ്യക്ത മഹാവാക്യം ഇല്ല. പക്ഷേ ബാബ അപ്പോഴും നമ്മളിന്ന് പോയിട്ടില്ല. കോവിഡ് സമയത്ത് ഓൺലൈനിൽ അമേരിക്കയിലേക്കുള്ള ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ബായ് സാർ. അപ്പോൾ അവിടുന്ന് പറഞ്ഞു 90 പേര് ബാബ അവ്യക്തായതിനു ശേഷം, അവ്യക്ത ബാബ്ദാദ അവ്യക്തായതിനു ശേഷമുള്ള പുതിയ ബ്രാഹ്മണ കുട്ടികളാണ് ഓൺലൈനിലെ ബട്ടിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നതെന്ന്. ഇപ്പോൾ എത്ര ആയിരക്കണക്കിന് ബ്രാഹ്മണ ജനിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലർ പറയും ബാബ എവിടെ പോയി, എങ്ങോട്ടൊക്കെയോ പോയില്ല, ഇനിയിപ്പോൾ ഒന്നുമില്ല എന്ന്. പക്ഷേ അന്തിമ സമയം വരെ ബാബ ഉണ്ടായിരിക്കും. ഇപ്പോഴും ആയിരക്കണക്കിന് ബ്രാഹ്മണർ ജനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരൊക്കെ മുകളിലിരുന്നു കൊണ്ട് ബാബ തന്നെയാണ് പരിപാലിക്കുന്നത്. സ്വന്തം വീട് വിട്ട് ബാബ എവിടെ പോവാനാ. ഇതന്നെയാണ് ബാബയുടെ വീട്. ബാബ അന്തിമം വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. अभी आपके अगर कोई और प्रश्न हो तो एक लास्ट क्लास मेरा भी है. मैं कल तो सुबह 6 बजे निकल जाऊंगा, मेरी 11 बजे की फ्लाइट है. आज कोई भी बात पूछनी हो, जाननी हो तो 5:30 से 6:30 7 बजे तक आप पूछ सकते हैं, प्रश्न उत्तर कर सकते हैं, और फिर हम आपसे छुट्टी लेंगे. ओके, ओम शांति. ഇന്ന് നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം കൂടി നിങ്ങളുടെ കൂടെ ബായ് സാബ് ഉണ്ട്. വൈകുന്നേരം 5:30 മുതൽ 6:30 വരെയുള്ള സെഷനിൽ വീണ്ടും നമ്മുടെ അടുത്ത് എത്തിച്ചേരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യം അറിയണമെന്നുണ്ടോ, എന്ത് കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ, എല്ലാം ചോദ്യോത്തരത്തിന് വേണ്ടി ഒരു ക്ലാസ് വയ്ക്കുകയാണ്. അതാണ് വൈകുന്നേരം 5:30 മുതൽ 6:30 വരെ. നാളെ രാവിലെ അദ്ദേഹം പറക്കും മധുബനത്തിലേക്ക്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തെ ക്ലാസ്സിൽ യജ്ഞത്തെക്കുറിച്ചോ എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ, എന്തറിയാൻ ആഗ്രഹങ്ങൾ ചോദിക്കാനുണ്ടോ, എല്ലാ ചോദ്യങ്ങളും ചോദിക്കാം. എല്ലാത്തിൻ്റെ ഉത്തരവും തയ്യാറാണ്. സമയം ഇപ്പോഴല്ല, വൈകുന്നേരം 5:30 മുതൽ 6:30 വരെ. चलो बाबा के पास चलो.
സന്തോഷത്തോടെ ബാബെഴുതി പറക്കാം. ഓം ശാന്തി.